കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ടാലി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു നിർത്തിയതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ എടുക്കാൻ പോകുന്നത്. ആ, ഇന്നത്തെ ദിവസം നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് F11 ഫീച്ചേഴ്സ് എന്താണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു തന്നായിരുന്നു F11 ഫീച്ചർ എന്താണെന്നുള്ളത്. എന്നാൽ ഇപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് F11 ഫീച്ചറിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, F11 ഫീച്ചറിനെ പറ്റി പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഒരു കമ്പനി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിടാം. അതിനുശേഷം നമുക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന വിൻഡോയാണ് ഗേറ്റ്വേ ഓഫ് ടാലി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു. അപ്പോൾ ടാലിയുടെ അകത്ത് ഏതൊരു വ്യക്തിയും അവൻ്റെ ബിസിനസ് പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വന്നെത്തിച്ചേരുന്ന വിൻഡോയാണ് ഗേറ്റ്വേ ഓഫ് ടാലി. ഇതിൻ്റെ അകത്ത് കമ്പനി ഇൻഫോ എന്ന് പറയുന്ന വിൻഡോയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ടാലി ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിക്കും എന്താണ് അവൻ്റെ ബിസിനസ് ഫേമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അവനെ സഹായിക്കുന്ന ലോഗിൻ പ്ലാറ്റ്ഫോം വിൻഡോ എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ അകത്ത് നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അടുത്തില്ലാത്ത ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിനെ ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് നിന്നും എന്താണ് ലോഗിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ലോഗിൻ ആസ് എ റിമോട്ട് യൂസർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതുപോലെ തന്നെ എന്താണ് പുതിയൊരു ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ടാലിയുടെ അകത്ത് തങ്ങളുടെ ബിസിനസിന്റെ കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ക്രിയേറ്റ് എ കമ്പനി എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചായിരുന്ന ബാക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം എന്തിനു വേണ്ടിയായിരുന്നു? ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സേവ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് പ്രൊഫൈലിന്റെ ഡേറ്റാസ് അത് മൊത്തം ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിന്ന് എടുത്തുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ വേറെ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷനിലേക്കോ സേവ് ചെയ്യാൻ വേണ്ടി അല്ലെ. റീസ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാലോ അങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന ബാക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തു നിന്നും സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ അവിടുന്ന് നമ്മൾ ഏതെങ്കിലും ഫോൾഡറിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പെൻഡ്രൈവിൻ്റെ അകത്തോ അല്ലെങ്കിൽ മെമ്മറി കാർഡിൻ്റെ അകത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ ലൊക്കേഷനിലായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത്. അത് ആ സേവ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നും നേരെ എടുത്ത് ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് റീസ്റ്റോർ എന്ന് പറയുന്നത്. ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തു നിന്നും എടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡേറ്റ ഏത് ഫോൾഡറാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടുന്ന് വീണ്ടും എടുത്ത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റീഓപ്പൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് റീസ്റ്റോർ അല്ലേ. അപ്പോൾ ഇത്രയും പിന്നെ ഉള്ളത് ക്വിറ്റ് എന്ന് പറയുന്ന കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ലോഗ് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഓപ്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം എന്താണ്? F11 ഫീച്ചറാണ്. F11 ഫീച്ചറെ നമ്മൾ എന്താണ് അതിനെപ്പറ്റി F11 ഫീച്ചറിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. അതിന് കമ്പനി ഇൻഫോയുടെ അകത്ത് സെലക്ട് എ കമ്പനി എന്ന് പറഞ്ഞൊരു കാര്യം കിടക്കുന്നുണ്ട്. എന്താണ് സെലക്ട് എ കമ്പനി എന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൂടെ സാറ് പറഞ്ഞു തന്നായിരുന്നു അല്ലേ. എന്തായിരുന്നു? നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സേവ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയോ അല്ല എങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വേറെ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് സേവ് ചെയ്തിരിക്കുന്ന പാത്ത് കൊടുത്ത് സേവ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയോ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സെലക്ട് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഓപ്ഷൻ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് സെലക്ട് എ കമ്പനി എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ടാലി സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ തന്നെ സേവ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ വേറെ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് ആ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പാത്ത് കൊടുത്ത് സേവ് ചെയ്തിരിക്കുന്ന കമ്പനിയോ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റീഓപ്പൺ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഫംഗ്ഷനാണ് എന്ന് പറയുന്നത് സെലക്ട് എ കമ്പനി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സെലക്ട് എ കമ്പനിയിൽ നമുക്കൊരു കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. F11 ഫീച്ചറിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സെലക്ട് എ കമ്പനി ജസ്റ്റ് സാറോ കീബോർഡിൽ മൗസ് കഴ്സർ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് ഇതുണ്ടോ ഓൾറെഡി ക്രിയേറ്റ് ആയി കിടക്കുന്ന ഈ ഒരു ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ക്രിയേറ്റ് ആയി കിടക്കുന്ന എല്ലാ കമ്പനികളുടെയും ലിസ്റ്റാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് തൽക്കാലം F11 ഫീച്ചർ പഠിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന കമ്പനി എന്ന് പറയുന്നത് നോബിൾ ജോയ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അത് ജസ്റ്റ് സെലക്ട് ചെയ്തു. ദെൻ എന്ത് ചെയ്യുക? കീബോർഡിലെ എൻ്റർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നോക്കിയേ, നമ്മുടെ ഗേറ്റ്വേ ഓഫ് ടാലിയുടെ വിൻഡോയിൽ നോബിൾ ജോയ് എന്ന് പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രൊഫൈൽ ഓണായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. ദെൻ കമ്പനിയുടെ പേര് നെയിം ഓഫ് കമ്പനി ഇതെന്താണ് ഇതിൻ്റെ അകത്ത് നമ്മൾ അക്കൗണ്ട് ഇൻഫർമേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ദെൻ എന്താണ് അക്കൗണ്ട് ഇൻഫർമേഷൻസ് കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഗേറ്റ്വേ ഓഫ് ടാലി വിൻഡോയിലെ മെനു ഓപ്ഷൻസ് അല്ലേ. ഇനി ഇങ്ങോട്ട് നോക്കുക, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നിങ്ങളെ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് വിൻഡോസ് ആണ്. നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ബാറിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ വെർട്ടിക്കൽ ബാറിൽ കാണുന്നത് എന്താണ്? നിങ്ങളെ സഹായിക്കുന്ന ഹെൽപ്പിംഗ് വിൻഡോസ് ആണ് അല്ലേ. ഇനി നമുക്ക് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൂടെ എന്താ പഠിച്ചേ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൂടെ നമ്മൾ F11 ഫീച്ചർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു. എന്തായിരുന്നു F11 ഫീച്ചർ എന്ന് പറയുന്നത്? നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ അല്ലേ. അപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടി പല രീതിയിലുള്ള ഫംഗ്ഷൻസ് നമുക്ക് എനേബിൾ ചെയ്തിട്ടുണ്ടായിട്ട് വരും അല്ലെ, ഓൺ ചെയ്തിട്ടുണ്ടായിട്ട് വരും. അതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങൾ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ കാണും അല്ലെ. അഥവാ അതിന് സെറ്റിങ്സ് എന്ന് വിളിക്കും നമ്മൾ അല്ലെ. എന്ന് പറഞ്ഞ പോലെ തന്നെ
ടാലി സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ബിസിനസ് പ്രൊഫൈൽ എൻട്രി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് എഫിലൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, F12 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ F11 ഫീച്ചർ എന്താണെന്നും F12 കോൺഫിഗറേഷൻ അതിന്റെ ഡിഫറൻസ് സാർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നായിരുന്നു. എന്താണ് F11 ഫീച്ചർ എന്ന് പറയുന്നത്? ഒരു ടാലി സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ കോമൺ സെറ്റിംഗ്സ് ആണ് എന്ന് പറയുന്നത് F11 ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ F12 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഫങ്ഷണൽ സെറ്റിംഗ്സ് ആണ്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ മൊബൈൽ ഫോണിന് കോമൺ ആയിട്ട് ഒരു സെറ്റിംഗ്സ് കാണും. ഒരു പഴയ ഫോണൊക്കെ ആണെങ്കിൽ ഒരു സ്കൂട്ടറിന്റെ പടം ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സെറ്റിംഗ്സ്. അതെന്താണ്? അത് ആ ഫോണിന്റെ എൻറ്റിയർ സെറ്റിംഗ്സ് ആണ്. എല്ലാ ഘടകങ്ങളും ആ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും എവിടെ കാണും? ആ ഒരു സെറ്റിംഗ്സിന്റെ അകത്ത് കാണും അല്ലെ. എന്നാൽ അപ്പൊ അതേ സെയിം രീതിയിൽ നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എന്തു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുവായിട്ടുള്ള സെറ്റിംഗ്സ് ആണ് എന്ന് പറയുന്നത് F11 ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും F12 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓരോരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ അല്ലെ. ഗാലറി ഉപയോഗിക്കുകയാണെങ്കിൽ ഗാലറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റിംഗ്സ്, മെസ്സേജ് അയക്കുകയാണെങ്കിൽ മെസ്സേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റിംഗ്സ്, വാട്സാപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വാട്സാപ്പ് ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റിംഗ്സ്, അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുകയാണെങ്കിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റിംഗ്സ്. അതൊക്കെ എന്താണ്? ഓരോ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പോൾ ഓരോ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഓരോ ഫംഗ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റിംഗ്സ് ആണ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ടാലി സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഓരോരോ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ നമ്മൾ എടുക്കും. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ജേണൽ ബുക്ക് ആയിരിക്കും. അപ്പൊ ജേണൽ ബുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റിംഗ്സ്. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലെഡ്ജർ ബുക്ക് ആയിരിക്കും. ആ ലെഡ്ജർ ബുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റിംഗ്സ്. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബാലൻസ് ഷീറ്റ് ആയിരിക്കും. അപ്പോൾ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റിംഗ്സ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റിംഗ്സ്. ഇങ്ങനെയുള്ള ഫംഗ്ഷണൽ സെറ്റിംഗ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് F12 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? F11 ഫീച്ചർ അഥവാ ടാലിയുടെ പൊതുവായിട്ടുള്ള കോമൺ സെറ്റിംഗ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും സാറ് വിശദീകരിച്ച് പറയുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് എടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഏത് ബിസിനസ് പ്രൊഫൈലാണോ ഓൺ ആക്കിയിട്ട് വെച്ചേക്കുന്നത് ആ ബിസിനസ് പ്രൊഫൈലിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ഡേറ്റാസ് ഒക്കെ എൻട്രി ചെയ്യുമ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഈ വെർട്ടിക്കൽ ബാറിൽ കിടക്കുന്ന സപ്പോർട്ടിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത് അല്ലെ. അതിൻ്റെ അകത്ത് ഏറ്റവും അടിഭാഗത്ത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും F11 ഫീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു ബിസിനസ് പ്രൊഫൈലിന്റെ അകത്ത് എന്ത് ഫിനാൻഷ്യൽ കാര്യം എൻട്രി ചെയ്ത് കൊടുത്താലും നമുക്ക് ഏറ്റവും വ്യക്തതയോടും കൂടി നമുക്ക് ഓരോ കാര്യം എൻട്രി ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മളെ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് എനേബിൾ ആയിട്ട് വരണം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് F11 ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിന്റെ ഗേറ്റ് വേ ടാലിയുടെ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങൾക്ക് വെർട്ടിക്കൽ ബാറിൽ ഏറ്റവും ബോട്ടമിൽ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് എന്ത് കാണാൻ പറ്റും? F11 ഫീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയേക്കുന്നത് കാണാം. ഇത് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ മൗസിന്റെ കൾസർ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യാം, അല്ല എങ്കിൽ കീബോർഡിലെ F11 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ടാലിയുടെ കോമൺ ആയിട്ടുള്ള സെറ്റിംഗ്സ് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സാറ് തൽക്കാലം എന്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ ഒരു മൗസ് കൾസർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു വെർട്ടിക്കൽ ബാറിൽ കിടക്കുന്ന ഏറ്റവും താഴെ നിന്ന് രണ്ടാമത് കിടക്കുന്ന F11 ഫീച്ചർ അഥവാ ടാലിയുടെ കോമൺ സെറ്റിംഗ്സ് പൊതുവായിട്ടുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ക്ലിക്ക് ചെയ്തപ്പോൾ കമ്പനി ഫീച്ചർ അഥവാ കമ്പനി സെറ്റിംഗ്സ് അല്ലെങ്കിൽ ബിസിനസ് പ്രൊഫൈൽ സെറ്റിംഗ്സ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടാലി സോഫ്റ്റ്വെയറിന്റെ അകത്ത് എന്താണ് എന്തെങ്കിലും ഡേറ്റാസ് ഒക്കെ എൻട്രി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റിംഗ്സ്, നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറ്റിംഗ്സ്, അതാണ് കമ്പനി ഫീച്ചർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എൻ്റെ അക്കൗണ്ട് നിന്റെ ഇമേജ് അല്ലെങ്കിൽ നിന്റെ അക്കൗണ്ട് എല്ലാവർക്കും കയറാം, അക്കൗണ്ടിലെ പടങ്ങൾ എല്ലാവർക്കും കാണാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോയിട്ട് സെറ്റിംഗ്സിന്റെ അകത്ത് വ്യത്യാസം വരുത്തും അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കമ്പനി ഫീച്ചർ അഥവാ എന്താണ് നിങ്ങളുടെ F11 ഫീച്ചറിന്റെ അകത്ത് നിങ്ങളുടെ ടാലി സോഫ്റ്റ്വെയറിന്റെ പൊതുവായിട്ടുള്ള സെറ്റിംഗ്സ് ആയ F11 ഫീച്ചറിന്റെ അകത്ത് പോയിട്ട് വേണം എന്ത് ചെയ്യാൻ? മാറ്റങ്ങൾ വരുത്തുവാൻ അല്ലെങ്കിൽ ഓരോരോ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുവാൻ. ഓക്കെ. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് F11 ബട്ടൺ എന്ന് പറയുന്നത്. എങ്ങനെ നമ്മളെടുത്തെ ആ ഒരു ബിസിനസ് പ്രൊഫൈലിന്റെ വെർട്ടിക്കൽ ബാറിൽ കിടക്കുന്ന F11 ഫീച്ചർ എന്ന് പറയുന്ന ബട്ടണിൽ കൊണ്ടുപോയി മൗസ് കൾസർ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് വന്നു? നമുക്ക് ആ ബിസിനസ് പ്രൊഫൈലിന്റെ സെറ്റിംഗ്സ് വന്നു. ഇനി ഈ ഒരു സെറ്റിംഗ്സ് വിൻഡോയുടെ അകത്ത് നമ്മൾ ബിസിനസ് പ്രൊഫൈൽ സെറ്റിംഗ്സിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രൊഫൈൽ സെറ്റിംഗ്സിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമതാണ് അക്കൗണ്ടിംഗ് ഫീച്ചർ, രണ്ടാമതാണ് ഇൻവെന്ററി ഫീച്ചർ, മൂന്നാമതാണ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പൊതുവായിട്ടുള്ള സെറ്റിംഗ്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സെറ്റിംഗ്സിന് തന്നെ ഡിസ്പ്ലേ സെറ്റിംഗ്സ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റിംഗിങ് ടൂൺ സെറ്റിംഗ്സ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡേറ്റ സെറ്റിംഗ്സ്, ഡേറ്റ മാനേജ്മെന്റ് സെറ്റിംഗ്സ്, ഇങ്ങനെ പലതായിട്ടോ തരംതിരിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബിസിനസ് പ്രൊഫൈലിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട്, കമ്പനിയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട്, കമ്പനിയിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ തൊട്ട് താഴേക്ക് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയ കോമൺ സെറ്റിംഗ്സിന് തന്നെ എന്താണ് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഫീച്ചർ, രണ്ടാമത്തെ കാര്യമാണ് ഇൻവെന്ററി ഫീച്ചർ, മൂന്നാമത്തെ കാര്യമാണ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ കാര്യമാണ് അക്കൗണ്ടിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചേക്കുന്ന കാര്യം തന്നെ അല്ലെ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ശരിയായ രീതിയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷനിലെ വരവ് ചെലവുകൾ കൃത്യമായി നിർണ്ണയിച്ചുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് നിർണ്ണയിക്കുന്ന പ്രക്രിയ എന്താ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമായിരിക്കും ഇത് ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിക്കുന്ന പണപരമായിട്ടുള്ള കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മൾ വ്യത്യസ്തമായുള്ള റെക്കോർഡുകളോ ബുക്സ് ഓഫ് അക്കൗണ്ടുകളോ അല്ലെങ്കിൽ എന്താണ് ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രെയിൽ ബാലൻസ്, ലെഡ്ജർ അക്കൗണ്ട്, ജേണൽ ബുക്ക് മുതലായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും ബുക്സ് ഓഫ് അക്കൗണ്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സെറ്റിംഗ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ അതിനെ നമ്മളെ സഹായിക്കുന്ന ടാലി സോഫ്റ്റ്വെയറിലെ സെറ്റിംഗ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിക്കുന്ന പണപരമായിട്ടുള്ള കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളോ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ശരിയായ രീതിയിൽ ആ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന എക്സ്ട്രാ ഫംഗ്ഷൻസ് അടങ്ങിയ സെറ്റിംഗ്സ് ആണ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി തൊട്ട് താഴത്തെ കാര്യമാണ് ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇൻവെന്ററി ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇൻവെന്ററിയുടെ അർത്ഥം? സ്റ്റോക്ക് അല്ലെ. ഇൻവെന്ററിയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ആണ്. ഇനി ഇൻവെന്ററി ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സ്റ്റോക്കിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തില് എന്താണ് കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ, സ്റ്റോക്ക് മാനേജ്മെന്റ് റിപ്പോർട്ടുകൾ മുതലായവ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഇൻവെന്ററി റിപ്പോർട്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഏറ്റവും എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് ആണ് ആ ഒരു ഇൻവെന്ററി സെറ്റിംഗ്സിന്റെ അകത്തുള്ളത് അല്ലെങ്കിൽ ഇൻവെന്ററി ഫീച്ചറിന്റെ അകത്തുള്ളത്. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്ന കാര്യം. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സ്റ്റോക്കിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റോക്ക് വന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റുകളോ ഇൻവെന്ററി റിപ്പോർട്ടുകളോ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ടുകൾ ശരിയായ രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് ഉള്ള ടാലി AFLN ഫീച്ചറിലെ ഒരു ഭാഗമാണ് ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി തൊട്ട് താഴെ കിടക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും വരുമാനം ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോരോ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്തെടുക്കണം. ആ സമയത്ത് നമ്മളെ സഹായിക്കുന്ന ടാലി സോഫ്റ്റ്വെയറിലെ സപ്പോർട്ടിംഗ് ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാക്സ് റിപ്പോർട്ടുകളും ടാക്സ് ബില്ലുകളും അതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സുകളും അതുപോലെ തന്നെ എന്താണ് ടാക്സ് സ്റ്റേറ്റ്മെന്റും നമ്മൾ തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് അടങ്ങുന്ന ഭാഗമാണ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും പഠിച്ചേക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് ഫീച്ചറിൽ ഉള്ള ഓരോരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. അപ്പൊ അക്കൗണ്ടിംഗ് ഫീച്ചറിൽ എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് ഫീച്ചർ ഏറ്റവും ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിലെ ഫിനാൻസ് കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് ആണ് ഈ വരുന്നത്. അത് കിടക്കുന്ന ഭാഗമാണ് അക്കൗണ്ടിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിനെ മൊത്തം 7 കാറ്റഗറി ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ, രണ്ടാമത്തെ കാര്യമാണ് ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജ്മെന്റ്, മൂന്നാമത്തെ കാര്യമാണ് കോസ്റ്റ് പ്രോഫിറ്റ് സെന്റർ മാനേജ്മെന്റ്, നാലാമത്തെ കാര്യമാണ് ഇൻവോയ്സിംഗ്,
അഞ്ചാമത്തെ കാര്യമാണ് ബഡ്ജറ്റ് ആൻഡ് സെനാരിയോ മാനേജ്മെന്റ്. ആറാമത്തെ കാര്യമാണ് ബാങ്ക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഏഴാമത്തെ കാര്യമാണ് അതർ ഫീച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെ 7 വലിയ ഹെഡിങ്ങിന്റെ കീഴിലായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്ന ഫിനാൻസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിനാൻസ് റിപ്പോർട്ടുകൾ ടാലി സോഫ്റ്റ്വെയർ അത് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് കിടക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചായിരുന്നു, എങ്കിലും ജസ്റ്റ് അതൊന്ന് പരിചയപ്പെടാം. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട് വിത്ത് ഇൻവെന്ററി എന്ന് പറയുന്ന കാര്യം. ഇങ്ങോട്ട് നോക്കുക, ഇതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി എന്ന് വെച്ച് കഴിഞ്ഞാലും മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാലും ഇത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 2 ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്. അതിന് സാറ് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു 2 രീതിയിലുള്ള ബിസിനസ് സ്ഥാപനമുണ്ട്. ഒരു പലചരക്ക് കടയുമുണ്ട്, ഒരു ഫിനാൻസ് സ്ഥാപനമുണ്ട്, ഒരു ധനകാര്യ സ്ഥാപനവുമുണ്ട്. ധനകാര്യ സ്ഥാപനത്തിലാണെങ്കിൽ നിങ്ങൾ പണം വായ്പയ്ക്ക് കൊടുക്കുകയും വായ്പയ്ക്ക് കൊടുത്തിരിക്കുന്ന പണം പലിശ സഹിതം തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നു. ആ ഒരു ഒറ്റ കൈമാറ്റമേ അവിടെ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സംഭവിക്കുന്നുള്ളൂ. പലചരക്ക് കടയിലാണെങ്കിൽ എന്താണ്, സ്റ്റോക്കിന്റെ വരവുമുണ്ട്. അതായത് നിങ്ങൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നു, കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സ്റ്റോക്ക് വിൽക്കുന്നു. പിന്നെന്താണ്, സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പൈസ അല്ലെങ്കിൽ ഫിനാൻസ് പുറത്തുള്ള പാർട്ടീസിന് കൊടുക്കുന്നു. സ്റ്റോക്ക് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫിനാൻസ് കളക്ട് ചെയ്യുന്നു, അല്ലെ? അപ്പോൾ ഈ 2 ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കൊരു ധനകാര്യ സ്ഥാപനമാണ് ഉള്ളതെങ്കിൽ അവിടെ ആകെയുള്ളത് ഫിനാൻസ് കാര്യങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ബിസിനസ് പ്രൊഫൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസ് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിന്റെ സ്റ്റൈല് മൊത്തത്തിലൊന്ന് മാറ്റിയിടണം. നിങ്ങൾക്ക് അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി എന്ന് പറയുന്ന ഭാഗം. അവിടെ എന്താണ്, ധനകാര്യ സ്ഥാപനത്തിലുള്ള ഫിനാൻസ് കാര്യങ്ങൾ മാത്രം എൻട്രി ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിലെ എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ടാകും. നിങ്ങളുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ലെഡ്ജർ ബുക്കുകൾ, അതുപോലെ തന്നെ ജേണൽ ബുക്കുകൾ, ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഫിനാൻസ് ട്രാൻസാക്ഷൻസ് മാത്രം എൻട്രി ചെയ്യുന്ന തരത്തിൽ ഫിനാൻസ് ട്രാൻസാക്ഷൻസിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രീതിയിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ പാകത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിന് മൊത്തത്തിൽ മാറ്റാൻ പറ്റും. അതിന് നിങ്ങൾ സഹായിക്കുന്ന ഒരു കാര്യമാണ് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എന്താണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എന്തായിരിക്കും ചെയ്യുന്നത്, ഫിനാൻസ് സ്ഥാപനങ്ങളാണെങ്കിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി എന്ന് പറയുന്ന ബിസിനസ് പ്രൊഫൈൽ മൂഡായിരിക്കും ഉപയോഗിക്കുക. ഇനി മറ്റൊരു കാര്യമാണ് ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെന്ററി. ഇപ്പൊ നിങ്ങളുടെ പലചരക്ക് കട എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു പലചരക്ക് കട ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോക്കിന്റെ വരവ് പോക്കുണ്ട്, അല്ലെ? രാവിലെ നിങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ സപ്ലയറുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു ദിവസം കട സ്റ്റാർട്ട് ചെയ്തു ആരംഭിച്ചപ്പോൾ കട തുറന്നപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു, പുതിയ എത്ര സ്റ്റോക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പുതിയ എത്ര സ്റ്റോക്ക് ആ ദിവസം കസ്റ്റമേഴ്സിന് വിറ്റിട്ടുണ്ട്, വൈകുന്നേരം കട അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളല്ല ഇൻവെന്ററി റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും, അല്ലെ? ഇത് കൂടാതെ തന്നെ എന്താണ് സാധനങ്ങൾ കടയിലേക്ക് വാങ്ങുമ്പോൾ കൊടുത്തേക്കുന്ന പൈസ എത്ര, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റിപ്പോർട്ടുകൾ, കസ്റ്റമേഴ്സിന് സ്റ്റോക്ക് വിറ്റപ്പോൾ കസ്റ്റമേഴ്സിന്റെ കൈകളിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന പൈസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റോക്കിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഫിനാൻസിന്റെ കാര്യങ്ങളും, ഒരു സ്റ്റോക്കിന്റെ വരവ് പോക്കും അതുപോലെ തന്നെ എന്താണ് പണത്തിന്റെ വരവ് പോക്കും, ഫിനാൻസിന്റെ എക്സ്ചേഞ്ചും തമ്മിലുള്ള റിപ്പോർട്ടുകൾ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്ത് വെക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ എന്താണ് ബിസിനസ് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രം സംഭവിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനിൽ ബിസിനസ് പ്രൊഫൈൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന തരത്തിലേക്ക് ആക്കി മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പണപരമായിട്ടുള്ള കൈമാറ്റവുമുണ്ട്, സ്റ്റോക്കിന്റെ വരവ് പോക്കുമുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളും അറ്റ് വൺ ടൈം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അതിന് നിങ്ങളെ ആ തരത്തിൽ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ മാറ്റുവാൻ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ 2 കാര്യങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, മൂന്നാമത്തെ ഒരു സെറ്റിംഗ്സ് ആണ് എന്തെന്ന് പറയുന്നത്, യൂസ് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഇൻസീറ്റഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് സാധാരണ രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ഉപയോഗിക്കുന്നത് ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് നടക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനുകളിലൊക്കെ ആയിരിക്കും. അതായത് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ മിക്ക കടകളിലും മിക്ക ബിസിനസ് സംരംഭങ്ങളിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ടും ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് മറ്റുള്ളവർക്ക് ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുക, അനാഥാലയങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ മുതലായിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രോഫിറ്റ് നേടാൻ വേണ്ടിയല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബിസിനസ് സംരംഭങ്ങളുടെ അടിസ്ഥാനത്തിൽ നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നും പ്രോഫിറ്റബിൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ലാഭം ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനുകളാണെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന കാര്യം. അതിൻ്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ലാഭവും ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ നഷ്ടവും കാണിക്കുന്നത് അല്ലെ. എന്നാൽ നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടായേക്കുന്ന വരുമാനം എന്താണ്, ചെലവ് എന്താണ്, വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ചതിന് ശേഷം ബാക്കിയുള്ള മിച്ചം എന്താണ്, ഇൻകം ആണോ മിച്ചമുള്ളത്, അത് എക്സ്പെൻസ് ആണ് കൂടുതലുള്ളത്. ഇതിന്റെ ഒരു ഫൈനൽ സമ്മറി തരുന്ന ഒരു റിപ്പോർട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടാലി സോഫ്റ്റ്വെയറിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ആണെങ്കിൽ, അതായത് പ്രോഫിറ്റബിൾ ബിസിനസ് ഓർഗനൈസേഷന്റെ ആണെങ്കിൽ നമ്മൾ ഏതായിരിക്കും ഉപയോഗിക്കുന്നത്, നമ്മൾ ഏത് ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് ഉപയോഗിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതല്ല നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നോൺ പ്രോഫിറ്റബിൾ ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു ബിസിനസ് പ്രൊഫൈലാണ്, നോൺ പ്രോഫിറ്റബിൾ ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു പ്രൊഫൈലാണ് ടാലി സോഫ്റ്റ്വെയറിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണമെങ്കിലോ നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണ്ട, പകരം എന്ത് വേണം, ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് വേണം. അതായത് ഇൻകം എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ്, ഇൻകം ആണ് കൂടുതൽ, എക്സ്പെൻസ് ആണ് കൂടുതൽ, ആ ഒരു സമ്മറി റിപ്പോർട്ട് തരുന്ന ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് റിപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ആ ഒരു നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷന്റെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കേണ്ട ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇവിടെ എസ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാവുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ആയിരിക്കും. ഇനി മറ്റൊരു കാര്യമാണ് എനേബിൾ മൾട്ടിപ്പിൾ കറൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതായത് നമുക്കൊക്കെ അറിയാം നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ഏത് രാജ്യത്താണോ നിലനിൽക്കുന്നത് ആ രാജ്യത്തെ കറൻസിയിലായിരിക്കും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതും ഫിനാൻഷ്യൽ റിപ്പോർട്ടിലെ ഓരോ എമൗണ്ടുകളും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് നോക്കുക, ചില സമയങ്ങളിൽ ഈ എക്സ്പോർട്ട് ഒക്കെ നടത്തുന്ന ബിസിനസ് സംരംഭങ്ങളുണ്ട്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഗുഡ്സ് കയറ്റുമതി ചെയ്യുകയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗുഡ്സ് ഇന്ത്യയിലേക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ട് അല്ലെ. അപ്പോൾ അവരെന്തായിരിക്കും, അവർ രണ്ട് രാജ്യത്തെ കറൻസികളുമായിട്ട് അവരുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, രണ്ട് രാജ്യത്തെയും കറൻസികൾ തമ്മിലുള്ള കാൽക്കുലേഷൻസ് ശരിയായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഓരോ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ആ തരത്തിൽ ഒരു കാൽക്കുലേഷൻ, അത് രണ്ട് കറൻസികൾ തമ്മിൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ രണ്ട് രാജ്യത്തെ കറൻസികൾ തമ്മിൽ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ വിനിമയം നടത്തുമ്പോൾ ആ കറൻസിയുടെ വാല്യൂസിനെ ഡിറ്റർമൈൻ ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും ഇൻവോയ്സുകളും ജനറേറ്റ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടിയാണ്, അവരെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ തരത്തിലുള്ള ഫംഗ്ഷൻ ടാലി സോഫ്റ്റിന്റെ അകത്ത് എനേബിൾ ചെയ്തേക്കുന്നത്. എനേബിൾ മൾട്ടിപ്പിൾ കറൻസി എന്നുള്ളത് ദേശാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മൾട്ടിപ്പിൾ കറൻസിയുമായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും ഫിനാൻഷ്യൽ ഡോക്യുമെന്റുകളും അതനുസരിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ കറൻസിയുടെ വാല്യൂസ്, രണ്ട് കറൻസിയുടെയും വാല്യൂസ് കമ്പയർ ചെയ്തുകൊണ്ട് ശരിയായ രീതിയിൽ ടാലി സോഫ്റ്റ്വെയർ തന്നെ പ്രിപ്പയർ ചെയ്ത് തന്നോളും. ഇനി മറ്റൊരു കാര്യമാണ്, മറ്റൊരു അക്കൗണ്ട് ഫീച്ചറിന്റെ മറ്റൊരു ഹെഡിങ് ആണ് എന്തെന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ കാറ്റഗറിയിൽ വന്നേക്കുന്ന കാര്യം കഴിഞ്ഞു. മെയിൻ അക്കൗണ്ട് ഫിനാൻസ് കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ആ രൂപത്തിലുള്ള സെറ്റിംഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി അക്കൗണ്ട്സിന്റെയും അതുപോലെ തന്നെ സ്റ്റോക്കിന്റെയും ഇൻവെന്ററിയുടെയും കാര്യങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കും. ഇനി നമ്മൾ ഒരു നോൺ ചാരിറ്റബിൾ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല, ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത്, അത് ജനറേറ്റ് ചെയ്തെടുക്കാൻ നമ്മളെ ടാലി സഹായിക്കുന്ന ഒന്നാണ്
യൂസ് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഇൻസീറ്റഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ അതേ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ആ രൂപത്തിൽ എന്താണ് നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷനാണ് ഈ ഒരു പ്രൊഫൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ, ഈ ഒരു ബിസിനസ് പ്രൊഫൈൽ ഉപയോഗിക്കുന്നെങ്കിൽ അവരുടെ ആവശ്യത്തിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ അത് അവരുടെ അക്കൗണ്ട് റൂൾ അനുസരിച്ച് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ടാലി സോഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന്. ഇനി മറ്റൊരു കാര്യമാണ് എനേബിൾ മൾട്ടിപ്പിൾ കറൻസി എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ രണ്ട് കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാല്യുവേഷൻസ് നടക്കേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും. അതും അപ്പോൾ രണ്ട് കറൻസിൻ്റെ വാല്യുവേഷനെ ശരിയായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും തയ്യാറാക്കുന്ന തരത്തിലേക്ക് ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബിസിനസ് പ്രൊഫൈലിനെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എനേബിൾ മൾട്ടിപ്പിൾ കറൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇനി തൊട്ട് താഴത്തെ കാര്യമാണ് നമ്മൾ എന്ത് പറഞ്ഞേക്കുന്നത്, ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് ഫോർ നോൺ ട്രേഡിംഗ് അക്കൗണ്ട് ഓൾസോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഗുഡ്സ് വിൽക്കുമ്പോഴും നമ്മൾ എന്ത് കൊടുക്കണം, അവൻ പൈസ വരുമ്പോൾ തീർച്ചയായിട്ടും അവൻ എന്ത് കൊടുക്കണം, ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തുള്ളത്. അതായത് ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അവിടെ രണ്ട് കസ്റ്റമർ ഉണ്ട്, ശശി സോമനും. അപ്പോൾ ശശി രാവിലെ ഒരു കുറച്ച് ഐറ്റം എൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി. ദെൻ സോമൻ ഉച്ച കഴിഞ്ഞ രണ്ട് കടയിലെ ഐറ്റംസ് വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം, അവർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി അവർ പൈസ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സാധനം വാങ്ങിക്കൊണ്ട് പോയി സാധനങ്ങൾക്ക് എന്ത് കൊടുക്കണം, ബില്ല് ജനറേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ അത് ഇനി ആ ഒരു ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിറ്റേ ദിവസം എന്തെങ്കിലും തരത്തിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ആ ബില്ലിൽ ചിലപ്പോൾ ശശി എന്ന് പറയുന്ന കസ്റ്റമറോ അല്ലെങ്കിൽ സോമൻ എന്ന് പറയുന്ന കസ്റ്റമറോ പകുതി പൈസ തന്നിട്ടുള്ളൂ എങ്കിൽ പിറ്റേ ദിവസം എന്താണ് റിമൈനിങ് ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് ഈ കസ്റ്റമേഴ്സിൽ ഒരാൾ കൊണ്ടുവന്ന് വരുമ്പോൾ ഏത് ബില്ലിന് എഗനസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പൈസ തന്നെ എന്നുള്ളൊരു കമ്പാരിസൺ നോക്കണം നമുക്ക് അല്ലേ. അപ്പോൾ ഇങ്ങനെ ബിൽ നമ്പർ ഇടാൻ, അതുപോലെ തന്നെ ബില്ലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ ട്രാൻസാക്ഷൻസ് ശരിയായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ബില്ല് ഓട്ടോമാറ്റിക്കലി ടാലി സോഫ്റ്റ്വെയർ ആണ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ, അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഫോർ ദ നോൺ ട്രേഡിംഗ് അക്കൗണ്ട്സ് ആൾസോ എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ. ഇനി മറ്റൊരു ഫംഗ്ഷനാണ് ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജ്മെന്റിലെ ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആൻഡ് യൂസ് അഡ്വാൻസ്ഡ് പാരാമീറ്റേഴ്സ്. അതായത് നമ്മളെ ബിസിനസ് ഓർഗനൈസേഷനൊക്കെ മുന്നോട്ട് പ്രവർത്തിക്കുമ്പോൾ ബിസിനസ് ഓർഗനൈസേഷനിൽ ധാരാളം പണപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാകും അല്ലേ. അപ്പോൾ പണം ലഭിക്കുമ്പോൾ പണം ബിസിനസ് ഓർഗനൈസേഷൻ ഇല്ലാത്തപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഏതെങ്കിലും തരത്തിലുള്ള ബാങ്കിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിൽ നിന്നോ എന്ത് ചെയ്യും, വായ്പയായിട്ട് വാങ്ങും, പണം കടത്തിന് വാങ്ങും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എന്നാണ് കടത്തിന് വാങ്ങിക്കുന്നത് അന്ന് തൊട്ട് ഉള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ എത്ര ലോൺ എടുത്ത പൈസ എത്ര രൂപ അടച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിൽ എത്ര രൂപ വെച്ച് അടയ്ക്കണം, ലോണിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, അതിനനുസരിച്ച് ഓരോ മാസവും ഓരോ ഇൻസ്റ്റാൾമെന്റിലും അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ യൂസ്ഡ് അഡ്വാൻസ്ഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന കാര്യം. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ ലോൺ എടുത്താലോ അതിന് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനുമായിട്ടോ അല്ലെങ്കിൽ അതിന് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടുമായിട്ടോ അല്ലെങ്കിൽ ലോൺ റീപേയ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളോ കാൽക്കുലേറ്റ് ചെയ്യാനും അതനുസരിച്ചുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഓർ യൂസ്ഡ് അഡ്വാൻസ്ഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്തൊരു കാര്യമാണ് കോസ്റ്റ് ഓർ പ്രോഫിറ്റ് സെന്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം. എന്താ പറഞ്ഞേക്കുന്നത്, കോസ്റ്റ് ഓർ പ്രോഫിറ്റ് സെന്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ് മെയിൻറ്റെയിൻ പേറോൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാലും ആ ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എംപ്ലോയീസിന് മാസം എന്ത് കൊടുക്കണം, സാലറി കൊടുക്കണം. അപ്പോൾ ഈ സാലറി കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, ആ എംപ്ലോയീസ് എന്നാണ് കമ്പനിയിൽ ജോയിൻ ചെയ്തത്, അവൻ എത്ര ദിവസം ഒരു മാസത്തിൽ എത്ര ദിവസം അവൻ വന്നായിരുന്നു, എത്ര ദിവസം അവൻ ആബ്സെൻ്റ് ആയി, അവൻ്റെ ജോബ് പൊസിഷൻ എന്താണോ, അവൻ മാനേജറാണോ അസിസ്റ്റന്റ് മാനേജറാണോ, അങ്ങനെയുള്ള ചില ഘടകങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്ന ടാലി സോഫ്റ്റ്വെയറിൽ ഒരു ഫംഗ്ഷനാണ് മെയിൻറ്റെയിൻ പേറോൾ എന്ന് പറയുന്നത്. എംപ്ലോയിയുടെ സാലറിയുമായി അല്ലെങ്കിൽ എംപ്ലോയീസിന് സാലറി പേയ്മെന്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും എംപ്ലോയിക്കുള്ള സാലറി സ്ലിപ്പ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തെ മെയിൻറ്റെയിൻ പേറോൾ എന്ന് പറയുന്ന ഒരു കാര്യം. ഇനി അടുത്തൊരു കാര്യമാണ് മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റർ യൂസ് കോസ്റ്റ് സെന്റർ ഫോർ ജോബ് കോസ്റ്റിംഗ്
മെയിൻറ്റെയിൻ മോർ ദാൻ വൺ പെയർ ഓർ കോസ്റ്റ് കാറ്റഗറി, യൂസ് പ്രീ ഡിഫൈൻഡ് കോസ്റ്റ് സെന്റർ അലോക്കേഷൻ ട്രാൻസാക്ഷൻ, ഷോ ഓപ്പണിംഗ് ബാലൻസ് റവന്യൂ ഐറ്റംസ് ഇൻ റിപ്പോർട്ട്സ്. ഈ നാല് കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന്റെ പർപ്പസിനെ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് ആണ് തൊട്ട് താഴേക്ക് പറഞ്ഞിരിക്കുന്നത് നാലെണ്ണം. യൂസ് കോസ്റ്റ് സെന്റർ ഫോർ ജോബ് കോസ്റ്റിംഗ്, മെയിൻറ്റെയിൻ മോർ ദാൻ വൺ പെയർ ഓർ കോസ്റ്റ് കാറ്റഗറി, യൂസ് പ്രീഡിഫൈൻഡ് കോസ്റ്റ് സെന്റർ അലോക്കേഷൻ ഇൻ ട്രാൻസാക്ഷൻ, ഷോ ഓപ്പണിംഗ് ബാലൻസ് ഫോർ റവന്യൂ ഐറ്റംസ് ഇൻ റിപ്പോർട്ട്. ഇത് നാല് കാര്യങ്ങളും കോസ്റ്റ് സെന്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന്റെ പർപ്പസിനെ സഹായിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് നോക്കാം എന്താ കോസ്റ്റ് സെന്ററിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് ഓർഗനൈസേഷനിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ കാണും. സാധനങ്ങൾ, സേവനങ്ങൾ, റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിളിക്കുന്ന മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ബിസിനസ് ഓർഗനൈസേഷനിലെ പണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, പുതിയ എംപ്ലോയീസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും അല്ലെ. അപ്പൊ ഈ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എക്സ്പെൻസും അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോഫിറ്റും എത്രയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോഫിറ്റുകളും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എക്സ്പെൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്ന ഫംഗ്ഷനാണ് മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒന്നിലധികം ബിസിനസ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ ഓരോ ബിസിനസ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകുന്ന എക്സ്പെൻസ് ഏതൊക്കെയാണ്, ഇൻകംസ് ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെന്റുകളും തയ്യാറാക്കാൻ ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്ന ഒന്നാണ് മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെന്റുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്ട്രാ ഫംഗ്ഷൻസ് ആണ് തൊട്ട് താഴെ കിടക്കുന്ന നാലെണ്ണം. അഥവാ മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സോ അല്ലെങ്കിൽ ഡിഫറെന്റ് ബ്രാഞ്ചസോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഉള്ളിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഉള്ളിൽ നടക്കുന്ന ഇൻഡിവിജ്വൽ കോസ്റ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്തൊക്കെയാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നടക്കുന്ന കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റിനെ അനാലിസിസ് ചെയ്തുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത് മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ഓരോ ബിസിനസ് ഓർഗനൈസേഷനിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന എക്സ്പെൻസുകളെയും ഇൻകത്തിന്റെയും അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ അതാത് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ എഴുതി തയ്യാറാക്കാൻ ബിസിനസ് ഓർഗനൈസേഷൻ സഹായിക്കുന്ന ടാലിയിലെ ഒരു ഘടകമാണ് അല്ലെങ്കിൽ ടാലിയിലെ ഒരു ഫംഗ്ഷനാണ് മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ് ഇൻവോയ്സിംഗ് എന്ന് പറയുന്നത്. എനേബിൾ ഇൻവോയ്സിംഗ് ഓർ റെക്കോർഡ് പർച്ചേസ് ഇൻ ഇൻവോയ്സിംഗ് മോഡ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കസ്റ്റമേഴ്സ് എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുകയോ അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, അവർക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പോൾ ഇൻവോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് കൊടുക്കണം. നമ്മളിപ്പോൾ കടയിൽ പോയി എന്ത് സാധനം വാങ്ങിയാലും നമുക്ക് എന്ത് കിട്ടും, ബില്ല് കിട്ടും അല്ലെ. അപ്പോൾ ആ ചേട്ടന്മാർ തന്നെ ചെയ്യണം. ഇപ്പം നമ്മൾ ഏതൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിയാലും അവർ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എന്തോ കുത്തി കുറയ്ക്കുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ബില്ല് ജനറേറ്റ് ചെയ്ത് വരും അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ ടാലി ഉപയോഗിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴും പൈസ തരുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻവോയ്സുകൾ, മണി റിസിപ്റ്റ് മുതലായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാൻ നമ്മൾ അത് ഓൺലൈനായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇൻവോയ്സിംഗ്, എനേബിൾ ഇൻവോയ്സിംഗ്, റെക്കോർഡ് പർച്ചേസിംഗ് ഇൻവോയ്സിംഗ് മോഡ് എന്നൊക്കെ പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഇനി അതിന്റെ തൊട്ട് താഴെ മറ്റൊരു കാര്യമാണ് യൂസ് ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു ഡാമേജ് സംഭവിക്കുക, കേടുപാടുകൾ ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം എന്ത് ചെയ്യും, പർച്ചേസ് റിട്ടേൺ ചെയ്യും അല്ലെ. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ ഇങ്ങനെ പർച്ചേസ് റിട്ടേൺ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് റെക്കോർഡ് ക്രെഡിറ്റ് നോട്ട് ഇൻ ഇൻവോയ്സ് മോഡ് എന്ന് പറയുന്ന കാര്യം. എന്താണ് പറഞ്ഞേക്കുന്നത്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഏതെങ്കിലും സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചുകൊണ്ട് നമ്മൾ ആ ഗുഡ്സ് തിരിച്ച് ആ സപ്ലയറിന് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു ട്രാൻസാക്ഷൻ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പർച്ചേസ് റിട്ടേൺ. റെക്കോർഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് റെക്കോർഡ് ക്രെഡിറ്റ് നോട്ട് ഇൻ ഇൻവോയ്സ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി മറ്റൊരു കാര്യമാണ് റെക്കോർഡ് ഇൻ ഡെബിറ്റ് നോട്ട് ഇൻ ഇൻവോയ്സ് മോഡ്. റെക്കോർഡ് ഡെബിറ്റ് നോട്ട് ഇൻ ഇൻവോയ്സ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പർച്ചേസ് റിട്ടേൺ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിക്കുന്ന പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് റെക്കോർഡ് ക്രെഡിറ്റ് നോട്ട് ഇൻ ഇൻവോയ്സ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ
അല്ലെങ്കിൽ ഇനി നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാകും, നമ്മൾ സെയിൽസ് റിട്ടേണും ഉണ്ടാകും അല്ലെ. ഇപ്പം നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷന് എന്തെങ്കിലും സാധനം ഒരു കസ്റ്റമറിന് വിറ്റ് കഴിഞ്ഞാൽ ആ കസ്റ്റമർ വാങ്ങിക്കൊണ്ടുപോയ സാധനത്തിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, അവനത് തിരിച്ചു വരും. അന്നേരം അതെന്തായി, സെയിൽസ് റിട്ടേൺ ആയി മാറി അല്ലെ. അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ ബിസിനസ് ഓർഗനൈസേഷനിലെ കസ്റ്റമേഴ്സ് സെയിൽസ് റിട്ടേൺ ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരു ഗുഡ്സ് വിറ്റാറുന്ന ഇന്ന ആൾക്ക് അത് സെയിൽസ് റിട്ടേൺ ചെയ്ത് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് വന്നിട്ടുണ്ട്, ഡാമേജ് സംഭവിച്ചുകൊണ്ട് കസ്റ്റമർ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ റെക്കോർഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ടാലിയുടെ ഒരു ഓപ്ഷനാണ് റെക്കോർഡ് ഡെബിറ്റ് നോട്ട് ഇൻവോയ്സ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു കാര്യമാണ് ബഡ്ജറ്റ് ആൻഡ് സെനാരിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെയിൻ ബഡ്ജറ്റ് ആൻഡ് കൺട്രോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാലോ ബിസിനസ് ഓർഗനൈസേഷന് ഓരോരോ ബഡ്ജറ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അതായത് ബിസിനസ് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനോ വേണ്ടിയോ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കോ ഒരു നിശ്ചിത എമൗണ്ട് നീക്കി വെക്കും. അതിനാണല്ലോ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണപരമായിട്ടുള്ള എന്തെങ്കിലും ചിലവുണ്ടാകുമ്പോൾ ആ പണപരമായിട്ടുള്ള ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ എത്ര രൂപ ആവശ്യമായിട്ട് വരും എന്ന് നമ്മളൊരു പ്ലാൻ ചെയ്ത് വെക്കും അല്ലെ. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ച് കൊണ്ട് എത്ര രൂപ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ പൈസ ചിലവായോ അല്ല അതിനേക്കാളും താഴെയാണ് ചിലവായെന്ന് നമുക്കുണ്ടാകും. ഇപ്പം നമ്മൾ പുറത്തേക്ക് പോയി ഒരു ഷർട്ട് വാങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, നമ്മൾ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും, ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ആ ഷർട്ട് വാങ്ങുന്നതിന് ചിലപ്പോൾ നമ്മൾ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ പൈസയാകും, ചിലപ്പോൾ കുറവ് പൈസയാകും അല്ലെ. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ബിസിനസ് ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന ഈ ബഡ്ജറ്റ് അങ്ങനെ ഓരോരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരോ ബഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുവാനും സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുവാനും നമ്മളെ സഹായിക്കുന്ന ടാലി സോഫ്റ്റ്വെയർ ഒരു ഫംഗ്ഷനാണ് ബഡ്ജറ്റ് ആൻഡ് കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് യൂസ് റിവേഴ്സിംഗ് ആൻഡ് ഓപ്ഷണൽ വൗച്ചർ എന്നൊക്കെ പറയുന്നത്. അതായത് ബിസിനസ് ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും എന്ത് വേണം, ബില്ല് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമ്മളൊരു കസ്റ്റമറിന് സാധനം കൊടുക്കുകയാണെങ്കിൽ അവന് മസ്റ്റായിട്ട് ബില്ല് കൊടുത്തിട്ടുണ്ടാകണം. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, നമുക്ക് ബില്ല് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബില്ലോട് കൂടിയ ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളിൽ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം പ്രൂഫ് വേണമല്ലോ, എന്റെ ബിസിനസ് ഓർഗനൈസേഷന്റെ സാധനം സംഭവിച്ചു, ഇന്നതാണ് ബില്ല്, ഒരു കസ്റ്റമർ സാധനം പറ്റും, ഇതാണ് കസ്റ്റമറിന് കൊടുത്തേക്കുന്ന ബില്ലിന്റെ കോപ്പി, ഞാൻ സാധനം പർച്ചേസ് ചെയ്തു, ആ പർച്ചേസ് ചെയ്തേക്കുന്നതിന്റെ കോപ്പി ഇതാണ് അല്ലേ. അപ്പൊ ബില്ല് കിട്ടണോടം വരെയും ബിസിനസ് ഓർഗനൈസേഷനിലെ ട്രാൻസാക്ഷൻസ് എന്താണ് താൽക്കാലികമായിട്ട് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന കാര്യങ്ങളാണ് റിവേഴ്സിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്ഷണൽ വൗച്ചർ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ്. അപ്പൊ ബില്ല് കിട്ടാത്ത ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ടെമ്പററി ആയ രീതിയിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യുക. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഫംഗ്ഷനാണ് യൂസ് റിവേഴ്സിംഗ് ജേണൽ ആൻഡ് ഓപ്ഷണൽ വൗച്ചർ എന്ന് പറയുന്ന കാര്യം. ഇനി മറ്റൊരു കാര്യമാണ് എനേബിൾ ചെക്ക് പ്രിന്റിംഗ് എന്ന് പറയുന്ന കാര്യം. അതായത് ബാങ്കിങ് ഫീച്ചറാണ് പറഞ്ഞേക്കുന്നത്. എനേബിൾ ചെക്ക് പ്രിന്റിംഗ്, സെറ്റ് ആൾട്ടർ ട്രാൻസാക്ഷൻ ടൈപ്പ്, സെറ്റ് ആൾട്ടർ ബാങ്ക് ഫീച്ചേഴ്സ്, സെറ്റ് ആൾട്ടർ പോസ്റ്റ് ഡേറ്റഡ് ട്രാൻസാക്ഷൻ ഫീച്ചർ എന്ന് പറയുന്നതൊക്കെ എന്താണ്, ബാങ്കിങ് ഫീച്ചറാണ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ബാങ്കിന്റെ അതായത് ബാങ്ക് വഴിയാണെങ്കിൽ, അതായത് പണത്തിന്റെ കൈമാറ്റവും പണത്തിന്റെ വരവും പണത്തിന്റെ പോക്കും എന്ന് പറയുന്നത് ബാങ്കിൽ കൂടിയാണെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സ്ട്രാ നമ്മളെ സഹായിക്കുന്ന ശരം ഫങ്ഷൻസ് ആണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ എന്താണ് എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നത് ബാങ്ക് വഴിയായിരിക്കും. അതായത് അവന്റെ അക്കൗണ്ട് പൈസ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ബാങ്കിൽ നിന്നായിരിക്കും. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ പർച്ചേസ് ചെയ്ത സാധനത്തിന് പൈസ കൊടുക്കുന്നത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ബാങ്കിൽ നിന്നായിരിക്കും. ഇനി കസ്റ്റമർ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ എന്താണ് സാധനം വിറ്റു, അവൻ പൈസ ഇട്ട് തരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എനേബിൾ ചെക്ക് പ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു, നമ്മളൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു, നമ്മൾ കൊടുത്തത് സപ്ലയറിന് ചെക്കാണ് കൊടുത്തേക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ചെക്കാണ് കൊടുത്തേക്കുന്നെങ്കിൽ ചെക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ചെക്ക് കൊടുത്തു അതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് തന്നെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ചെക്ക് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആ ഒരു പർച്ചേസ് ചെയ്തേക്കുന്നതിന്റെ ബില്ലിന്റെ ഒപ്പം തന്നെ എന്താണ് നമ്മൾ കാശ് കൊടുത്തേക്കുന്നുണ്ട്, ചെക്കായിട്ടാണ് കാശ് കൊടുത്തേക്കുന്നത്, അതിന്റെ ബില്ല് സൂക്ഷിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ചെക്ക് പ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതുകൂടാതെ തന്നെ എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് സെറ്റ് ആൾട്ടർ ട്രാൻസാക്ഷൻ ടൈപ്പ്, സെറ്റ് ആൾട്ടർ ബാങ്കിങ് ഫീച്ചേഴ്സ്. ബാങ്കിന്റെ അകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാലി സോഫ്റ്റ്വെയറിന്റെ അകത്ത് അതുമായിട്ട് കോൺഫിഗർ ചെയ്ത് നിർത്താൻ പറ്റും, കൂട്ടിച്ചേർക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ, അതുപോലെ തന്നെ എന്താണ് പേടിഎം ഉപയോഗിക്കുന്ന ആളുകളൊക്കെയാണ് അല്ലെ. അപ്പോൾ നിങ്ങൾ ഈ ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ഓൺലൈനായിട്ട് കാശ് കൊടുക്കില്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനം ഈ ആമസോണും തമ്മിൽ എന്താണ് പരസ്പരം ഒരു കോൺഫിഗർ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ, UPI പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആമസോണിലെ കാര്യം ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ബിസിനസ് ഓർഗനൈസേഷന്റെ ബാങ്ക് അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ടാലി സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനും ഓൺലൈനായിട്ട് ക്യാഷ് പേയ്മെന്റ് കൊടുക്കാനും ഓൺലൈനായിട്ട് ക്യാഷ് റെസിപ്റ്റ്സ് സ്വീകരിക്കാനും പറ്റും. നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് എന്താണ് ഈസിലി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ
ടാലി സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനുള്ള കാര്യമാണ് സെറ്റ് ആൾട്ടർ ബാങ്ക് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസോ എന്ത് ഇടപാട് സംഭവിച്ചു കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസാക്ഷൻസും റിപ്പോർട്ടുകളും ഒക്കെ എന്താണ് പ്രിപ്പയർ ചെയ്യാനും ജനറേറ്റ് ചെയ്തെടുക്കുവാനും നിങ്ങൾ സഹായിക്കുന്ന ഒന്നാണ് ഈ ബാങ്കിങ് ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ സെറ്റ് ആൾട്ടർ പോസ്റ്റ് ഡേറ്റഡ് ട്രാൻസാക്ഷൻ ഫീച്ചർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതും ഈ ബാങ്കിങ് ഫീച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാൻ എന്താണ് എനിക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെന്ന് കരുതുക. എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നുണ്ട്. ആ എംപ്ലോയിക്ക് എല്ലാ മാസവും 1-ാം തീയതിയാണ് ഞാൻ കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്നത്. എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നുണ്ട്, അവൻ എല്ലാ മാസം 1-ാം തീയതി ഞാൻ സാലറി കൊടുക്കും. അപ്പോൾ ഞാൻ സാലറിയിലെ ഡേറ്റ് എന്ന് പറയുന്നത് 1-ാം തീയതി ഞാൻ സാലറി കൊടുക്കുന്നത് ചെക്കായിട്ടായിരിക്കും കൊടുക്കുന്നത്. അതായത് ഓരോ മാസം വരുമ്പോൾ എന്ത് ചെയ്യും, ഓരോ മാസം അവന് സാലറി കൊടുക്കേണ്ട ഡേറ്റിൽ ഞാൻ ചെക്ക് കൊടുക്കും. ചെക്കിൽ ഞാൻ ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ടാകും. അതായത് 5-10 5-ാം തീയതി എന്ന് പറഞ്ഞുകൊണ്ട് ഡേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇവനെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്താണ് ഇവന് ഇഷ്ടമുള്ള ഡേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവൻ 1-ാം തീയതിയാണ് ചെക്ക് കൊടുക്കുന്നത്. പക്ഷെ എന്താണ് 5-ാം തീയതി കൊണ്ടുപോയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവന് ആ ചെക്ക് കൊണ്ടുപോയി അവൻ്റെ ബാങ്കിൽ കൊടുത്തുകൊണ്ട് അവന് സാലറി ആയിട്ട് കാശ് വാങ്ങൽ നടക്കുകയുള്ളൂ. അതാണ് പോസ്റ്റ് ഡേറ്റഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഭാവിയിലേക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെന്റ് നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്കിങ് ചെക്കുകളോ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ എഴുതി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് ശരിയായ രീതിയിൽ റെക്കോർഡ് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് സെറ്റ് ആൾട്ടർ പോസ്റ്റ് ഡേറ്റഡ് ട്രാൻസാക്ഷൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ എംപ്ലോയിക്ക് ഞാൻ എന്താണ് എല്ലാ മാസം 1-ാം തീയതിയാണ് സാലറി കൊടുക്കുന്നത്, 1-ാം തീയതി തന്നെ അവൻ എന്ത് കൊടുക്കും, ചെക്ക് ചെയ്യാൻ കൊടുക്കും. പക്ഷെ അവൻ എന്നായിരിക്കും അത് ബാങ്കിൽ പോയി കാശാക്കി മാറ്റാൻ പറ്റുന്നത്, 5-ാം തീയതി ആയിരിക്കും പറ്റുന്നത് അല്ലേ. അപ്പോൾ അത് പോസ്റ്റ് ഡേറ്റഡ് ആണ്, ഭാവിയിലേക്ക് നീട്ടിയിട്ട് കൊടുത്തേക്കുവാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് കൃത്യമായ രീതിയിൽ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് സെറ്റ് ആൾട്ടർ പോസ്റ്റ് ഡേറ്റഡ് ട്രാൻസാക്ഷൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാലും അത് ശരിയായ രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ബാങ്കിങ് ഫീച്ചർ എന്ന് പറയുന്നത്. ടാലി സോഫ്റ്റ്വെയറിലെ ഈ ഒരു കാര്യം ചെക്ക് പ്രിന്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ സെറ്റ് ആൾട്ടർ ട്രാൻസാക്ഷൻ ടൈപ്പ്, അതുപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേയ്മെന്റ്സ്, അതുപോലെ തന്നെ എന്താണ് പാസ്ബുക്ക് പതിപ്പിക്കൽ, അതുപോലെ തന്നെ എന്താണ് ബാങ്കിൽ സംഭവിക്കുന്ന ഓരോരോ ട്രാൻസാക്ഷൻസ്, അതായത് ബാങ്കിലേക്ക് ക്യാഷ് വരുന്നത്, ബാങ്കിൽ നിന്ന് ക്യാഷ് പോകുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്യുമെന്റ്സ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ബാങ്ക് ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ എന്താണ് നിങ്ങൾ ബാങ്ക് ലെഡ്ജറൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അഡ്രസ്സ് മുതലായിട്ടുള്ള എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബില്ലുകൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അതിനെ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ബാങ്കിങ് ഫീച്ചർ എന്ന് പറയുന്ന കാര്യം. പോസ്റ്റ് ഡേറ്റഡ് ട്രാൻസാക്ഷൻ, അതായത് ബിസിനസ് ഓർഗനൈസേഷനിലെ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ പേയ്മെന്റ്സ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ചെക്കുകൾ എന്ന് പറയുന്ന ഭാവിയിലേക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഭാവിയിൽ ഇന്ന ദിവസം നിങ്ങൾക്ക് ആ ചെക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് പേയ്മെന്റിൽ നിന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ചെക്ക് എഴുതി കൊടുക്കുന്നത്. ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എവിടെയായിരിക്കും, ഈ ഒരു ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് സെറ്റ് ആൾട്ടർ പോസ്റ്റ് ഡേറ്റഡ് ട്രാൻസാക്ഷൻ ഫീച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി മറ്റൊരു കാര്യമാണ് അതർ ഫീച്ചർ എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനേബിൾ സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ, മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ മെയിലിംഗ് ഡീറ്റെയിൽസ് ഫോർ കമ്പനി ലെഡ്ജർ, സെറ്റ് ആൾട്ടർ കമ്പനി മെയിലിംഗ് ഡീറ്റെയിൽസ്, എനേബിൾ കമ്പനി ലോഗോ, മാർക്ക് ചേഞ്ച്ഡ് വൗച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇതിൻ്റെ അകത്ത് അതർ ഫീച്ചറിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം നോക്കാം, എനേബിൾ സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിൽ പണപരമല്ലാത്ത എന്തെങ്കിലും തരത്തിലുള്ള കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ, പക്ഷെ അതിനെന്താണ് ആ തരത്തിലുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് എനേബിൾ സീറോ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കടയിൽ ഒരു കസ്റ്റമറിന് ഒരു ഗുഡ്സ് വിറ്റു, കുറച്ച് ഗുഡ്സ് വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ അവന് ഫ്രീ ആയിട്ട് കൊടുത്തു. പൈസ വാങ്ങുമോ ഫ്രീ ആയിട്ട് കൊടുത്തേക്കുന്ന സാധനത്തിന്? ഇല്ല. ഞാൻ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ അകത്ത് ഫിനാൻഷ്യൽ ബുക്കുകൾ എന്ത് ചെയ്യണം, റിപ്പോർട്ടിലും അത് റെക്കോർഡ് ചെയ്യണം അല്ലേ. കാരണം ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് അവനൊരു 10 കിലോ അരിയെ കൊടുത്തേക്കണമെന്ന് കരുതാം. അവൻ 10 കിലോ അരി വാങ്ങിയപ്പോൾ 5 കിലോ അരി ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് കരുതാം. 10 കിലോ അരിയുടെ കാശ്, അത് ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 കിലോ അരിക്ക് എന്ത് വാങ്ങും, ഞാൻ ബിസിനസ് ഓർഗനൈസേഷൻ ആ കടയുടെ ഉടമസ്ഥൻ ഞാനായതുകൊണ്ട് ആ 10 കിലോ അരിക്കുള്ള കാശ് ഞാൻ വാങ്ങും. അത് ഫിനാൻസ് കാര്യമായി മാറി. 5 കിലോ അരി ഞാൻ കൊടുത്തു, അത് മൂല്യമുള്ള സാധനം തന്നെയാണ് അല്ലേ, പൈസ ഉള്ള സാധനം തന്നെയാണ്. പക്ഷെ അത് ഞാൻ അവന് ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. കാരണം എന്താണ്, 10 കിലോ അരിയും കുറഞ്ഞു, എൻ്റെ സ്റ്റോക്ക് ചെയ്യുന്ന 5 കിലോ അരി കുറഞ്ഞു അല്ലേ. അപ്പോൾ മൊത്തത്തിൽ 15 കിലോ അരി കുറഞ്ഞു. അതിനകത്ത് 10 രൂപയുടെ കാശ്, 10 കിലോ അരിയുടെ കാശ് ഞാൻ വാങ്ങിയുള്ളൂ, 5 കിലോ അരിയുടെ കാശ് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കൃത്യമായ രീതിയിൽ
ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റുകൾ റെക്കോർഡ് ചെയ്യാനും ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ എഫക്റ്റ് വരുത്തുവാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് എനേബിൾ സീറോ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ഓർഗനൈസേഷനിൽ പണപരമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസ് നടന്നിട്ടില്ല എങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് എനേബിൾ സീറോ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി മറ്റൊരു കാര്യമാണ് മെയിലിംഗ് ഡീറ്റെയിൽസ് ഓഫ് കമ്പനി ആൻഡ് ലെഡ്ജർ സെറ്റ് ആൾട്ടർ കമ്പനി മെയിലിംഗ് ഡീറ്റെയിൽസ്. ആ ഒരു ഓപ്ഷൻ തന്നെ പ്രധാനമായിട്ടും ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഫേമിൽ പലതരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, ലെഡ്ജറുകൾ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ടുകൾ, ടാക്സേഷൻ റിപ്പോർട്ടുകൾ, GST സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടുകൾ, പല ഇൻവെന്ററി റിപ്പോർട്ടുകൾ, പല റിപ്പോർട്ടുകളും നമ്മൾ പ്രിപ്പയർ ചെയ്യും അല്ലേ. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ, ബുക്സ് ഓഫ് അക്കൗണ്ടുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഈ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റൊരാൾക്കുള്ള ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് മെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ടാലി സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെയിൽ ചെയ്യാം. അതിനെ നമ്മൾ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മെയിലിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഫോർ കമ്പനി ലെഡ്ജർ സെറ്റ് ഓൾട്ടർ കമ്പനി മെയിലിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് എനേബിൾ കമ്പനി ലോഗോ. അതായത് നമുക്ക് നിങ്ങൾ പല കമ്പനികളുടെയും നിങ്ങൾ പല കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അവരുടേതായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ലോഗോ ആണ് അല്ലേ. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ BMW കാറിന്റെ ഒരു ലോഗോ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ എന്താണ് ജാഗ്വാർ എന്ന് പറയുന്ന കാറിന്റെ ലോഗോ ഉണ്ടാവും. ലംബോർഗിനി എന്ന് പറയുന്ന ഒരു കാറിന് മറ്റൊരു ലോഗോ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഓരോന്നിന്റെ ഒരു സിമ്പിൾ ഓരോ സൈനും കാണും. ഇപ്പൊ നിങ്ങളുടെ കോളേജ് എടുത്തു കഴിഞ്ഞാൽ കോളേജിന് കാണുന്നത് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്ററിന്റെ ലോഗോ. അപ്പോൾ അത് ഓരോ ബില്ലുകളിലും അതുപോലെ തന്നെ ഓരോ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും കാണിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളോ ബില്ലുകളോ പേയ്മെന്റ് റിസിപ്റ്റുകളോ മണി റിസിപ്റ്റുകളോ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആ ലോഗോ ഉൾക്കൊള്ളിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് എനേബിൾ കമ്പനി ലോഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ ഈ ബില്ലുകളിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളിലും കമ്പനിയുടെ ലോഗോ ആഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് എനേബിൾ കമ്പനി ലോഗോ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് മാർക്ക് ചേഞ്ച്ഡ് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. മാർക്ക് ചേഞ്ച്ഡ് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഏതൊരു ബിസിനസ് തുടങ്ങി നമ്മളൊരു മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലേ. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലോ, കാരണം ടാലി എന്ന് പറയുന്നത് 100% ഇറർ ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമല്ല, തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ടാലി സോഫ്റ്റ്വെയർ അത് പോസ്റ്റ് ചെയ്യുന്ന വരുക. അപ്പോൾ അത് നമ്മൾ എന്താണ് അത് തിരുത്തുകയും ചെയ്തു. പക്ഷേ അങ്ങനെ തിരുത്തിയിട്ടുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ വൗച്ചറെ നമുക്ക് ചെയ്യാൻ പറ്റും മാർക്കറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ടിക്ക് ചെയ്തിടാൻ പറ്റും. തിരുത്തിയ ഐറ്റം ഇന്നതാണ്, അല്ലെങ്കിൽ തിരുത്തിയ വൗച്ചർ ഇന്നതാണ്, അല്ലെങ്കിൽ തിരുത്തിയ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇന്നതാണ്, തിരുത്തിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇന്നതാണ്, തിരുത്തിയ ഫിനാൻഷ്യൽ ലെഡ്ജർ ഇന്നതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിടാൻ പറ്റും. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് മാർക്ക് ചേഞ്ച്ഡ് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ വൗച്ചറിലാണ്, അതായത് നമ്മൾ എന്ത് കാര്യം സംഭവിച്ചാലും നമ്മൾ എഴുതി പിടിപ്പിക്കുന്നത് പിന്നെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സംഭവിച്ചു, ഇന്ന ആൾക്ക് സാലറി കൊടുത്തു, ഇന്ന ആൾക്ക് റെന്റ് കൊടുത്തു, അല്ലെങ്കിൽ എന്താണ് ഇന്ന ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്തു, ഇന്ന കസ്റ്റമർ ഇന്ന സാധനം വിറ്റു എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കാണിക്കുന്ന എവിടെയായിരിക്കും? ആ കാര്യങ്ങളൊക്കെ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് വൗച്ചറിനുള്ളിലായിരിക്കും. വൗച്ചറിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പറഞ്ഞുതരാം. അത് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, എന്നാൽ വളരെയധികം പാടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ആ വൗച്ചറിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തെറ്റുകൾ വരുത്തി നമ്മൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് എന്താണ് തിരുത്തിയ വൗച്ചറുകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് മാർക്ക് ചേഞ്ച്ഡ് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത്രയുമാണ് പ്രധാനമായിട്ടും അക്കൗണ്ടിംഗ് ഫീച്ചേഴ്സ് അഥവാ ബിസിനസ് ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ടാലി സോഫ്റ്റ്വെയറിന്റെ അകത്ത് നമ്മളെ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെന്ററി ഫീച്ചറാണ്. ഓക്കെ, അതായത് ഇൻവെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാലോ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിക്കുന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻവെന്ററി റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാനും ഇൻവെന്ററി സ്റ്റേറ്റ്മെന്റുകൾ ജനറേറ്റ് ചെയ്തെടുക്കാനും ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്ന ടാലിയിലെ സപ്പോർട്ടിംഗ് ടാലിയിലെ ഒരു ഫീച്ചറാണ് അല്ലെങ്കിൽ ഒരു സെറ്റിംഗ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബില്ലുകളോ ഇൻവോയ്സുകളോ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു സാഹചര്യം ആവശ്യമായിട്ട് വന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ഇൻവെന്ററി സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ചിന്തിച്ചാൽ മതി. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇൻവെന്ററി റിപ്പോർട്ടുകൾ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിക്കുന്ന എന്ത് കാര്യത്തിൻ്റെയും എന്ത് സ്റ്റോക്കിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യമുണ്ട്? നമുക്ക് ഇൻവെന്ററി റിപ്പോർട്ടുകൾ ഇൻവെന്ററി സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡീഷണൽ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് ഈ ഒരു വിൻഡോയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെന്ററി ഫീച്ചർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ടാലിയുടെ വെർട്ടിക്കൽ ബാർ നിങ്ങൾക്ക് കാണാം. അക്കൗണ്ട് ഫീച്ചർ അതിൻ്റെ വിൻഡോയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടത്ത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം മുകളിൽ നിന്ന് രണ്ടാമത് കിടക്കുന്ന കാര്യം ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ട് കിടക്കുന്ന അക്കൗണ്ട് ഫീച്ചറാണ്. തൊട്ട് താഴെ F2 ഇൻവെന്ററി ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മൗസ് കൾസർ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിലെ F2 ബട്ടൺ പ്രസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെന്ററി ഫീച്ചർ എന്നുള്ള കാര്യം എനേബിൾ ആയിട്ട് വരും. എങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞു തരാം. വെർട്ടിക്കൽ ബാറിൽ കിടക്കുന്ന F2 എന്ന് പറയുന്ന ബട്ടണിൽ കൊണ്ട് മൗസിന്റെ കൾസർ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ F2 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇൻവെന്ററി ഫീച്ചർ ആഡ് ചെയ്ത് വരും. അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് വരാം വിൻഡോ. ജസ്റ്റ് നമുക്ക് ഇപ്പോൾ തൽക്കാലം മൗസ് കൾസർ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യാം. F2 ബട്ടൺ പ്രസ് ചെയ്തു. ദേ അല്പം കൂടി എന്താണ്, മറ്റേത് മഞ്ഞ കളർ ആണെങ്കിൽ അല്പം കൂടി ബ്രൗണിഷ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെറ്റിംഗ്സിന്റെ വിൻഡോ വന്നേക്കുന്നത്. ഇതിന്റെ അകത്തും എന്താണ്, ഇതിന്റെ അകത്ത് 4 കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തം. അല്ലെങ്കിൽ ഇൻവെന്ററി ഫീച്ചറിന് എന്താണ് 4 കാറ്റഗറി ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ജനറൽ ഫീച്ചർ, സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, ഓർഡർ പ്രോസസ്സിംഗ്, ഇൻവോയ്സിംഗ്, പർച്ചേസ് മാനേജ്മെന്റ്, സെയിൽസ് മാനേജ്മെന്റ്, അതർ ഫീച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത്. അതായത് ഇൻവെന്ററി ഫീച്ചറിനെ അല്ലെങ്കിൽ ഇൻവെന്ററി സെറ്റിംഗ്സിനെ തന്നെ എന്താണ് 4ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും പറഞ്ഞു അല്ലേ, ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെറ്റിംഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടാകും. ഡിസ്പ്ലേ സെറ്റിംഗ്സ്, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ അകത്ത് എന്താണ് ഡേറ്റ മാനേജ്മെന്റ് സെറ്റിംഗ്സ്, അതുപോലെ തന്നെ ഗാലറി സെറ്റിംഗ്സ് എക്സെട്ര ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ടാകും അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇൻവെന്ററി ഫീച്ചറിനെ പല സബ് ക്ലാസിഫിക്കേഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ജനറൽ ഇൻവെന്ററി സെറ്റിംഗ്സ് ആണ്. അത് കോമൺ ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതായത് അക്കൗണ്ട് ഫീച്ചറിന്റെ അകത്തും അതുപോലെ തന്നെ എന്താണ് ഇൻവെന്ററി ഫീച്ചറിന്റെ അകത്തും നമ്മൾ പഠിച്ചേക്കുന്ന കാര്യം, അക്കൗണ്ട് ഫീച്ചറിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന കാര്യം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ജനറൽ കാറ്റഗറി പറഞ്ഞേക്കുന്നത് ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന പണപരമായിട്ടുള്ള കാര്യങ്ങളും സ്റ്റോക്കിന്റെ കൈമാറ്റവും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്ന് പറയുന്നത്. എനേബിൾ സീറോ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ല എന്താണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ പൈസയ്ക്കല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള പണമൂല്യമുള്ള വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എഫക്റ്റ്, അതുമായി ബന്ധപ്പെട്ട് അത് ഏതൊക്കെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളെയാണ് ബാധിക്കുന്നത് അത് അവിടെ ആ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളിൽ കാണിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എനേബിൾ സീറോ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഐറ്റംസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ എന്താണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതോ അതൊക്കെയും ആഡ് ചെയ്യാൻ നമ്മൾ അതൊക്കെ എന്താണ് ആ മാറ്റങ്ങളൊക്കെയും നമ്മളിവിടെ കാണിക്കണം. നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ സ്റ്റോക്ക് റിപ്പോർട്ടുകൾ കാണിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് എനേബിൾ സീറോ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. അതിൻ്റെ അകത്ത് ഏറ്റവും കാര്യമാണ് മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺ എന്ന് പറയുന്നത്. ഈ ഒരു ഫംഗ്ഷൻ ഇതിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. മെയിൻറ്റെയിൻ അതായത് സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സ്റ്റോക്ക് ഐറ്റംസ് അത് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഐറ്റംസിനെ പലതരത്തിലുള്ള കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് വരുന്നത്. സ്റ്റോക്ക് ഐറ്റത്തിൽ തന്നെ അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐറ്റംസ്, ടി വിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ എന്താണ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ ഉപകരണങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ് അത് നമ്മൾ ഇന്ന ഗ്രൂപ്പിലാണ് ഇന്ന കമ്പനിയുടെ ഉൽപ്പന്നം ഇന്നതാണ് ഇന്ന ഷെൽഫിലാണ് ഇരിക്കുന്നത്, ഇത്രണ്ണം കടയിലുണ്ട്, ഇത്രണ്ണം വിറ്റു, ഇത്രണ്ണം പുതിയതായിട്ട് പർച്ചേസ് ചെയ്തു, ഇതൊക്കെ ഓരോ ക്ലാസിഫിക്കേഷനായിട്ട് തരംതിരിച്ച് എഴുതി വെക്കണം. സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് കാര്യങ്ങൾ എന്താണ് അതിന്റെ ഓർഡർ അനുസരിച്ച് കൃത്യമായി തരംതിരിച്ച് എഴുതി വെക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് ആണ്. ഒന്നാമത്തെ കാര്യമാണ് മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺ എന്ന് പറയുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗോഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ അകത്ത് ഏത് ഗോഡൗണിലാണ് നമ്മുടെ സ്റ്റോക്ക് ഐറ്റം സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ രാജക്കാട് ഒരു കടയുണ്ടെന്ന് കരുതാം. ആ രാജക്കാട് എന്ന് പറയുന്ന കടയിൽ എനിക്ക് 2 ഗോഡൗൺ ഉണ്ട്. ഒന്ന് മുല്ലക്കാനത്തും ഒന്ന് രാജകുമാരി. അപ്പോൾ എൻ്റെ കട ഇരിക്കുന്നത് രാജക്കാടാണെങ്കിലും സ്റ്റോക്ക് ഐറ്റംസ് ഇരിക്കുന്ന എവിടെയാണ് മുല്ലക്കാനത്തും അതുപോലെ തന്നെ എന്താണ് രാജകുമാരിയുമാണ്. അപ്പോൾ ഈ 2 ഗോഡൗണിലാണ് സാധനങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ഐറ്റംസ് ഏത് ഗോഡൗണിലാണ് ഇരിക്കുന്നതെന്ന് എൻ്റെ കമ്പ്യൂട്ടർ നോക്കി എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനെ അങ്ങനെ ഓരോ സ്റ്റോക്ക് ഐറ്റവും ഏത് ഗോഡൗണിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺ എന്ന് പറയുന്ന ടാലിയിലെ ഇൻവെന്ററി ഫീച്ചറിൻ്റെ അകത്തെ ഫംഗ്ഷൻ. ഇനി തൊട്ട് താഴെ പറയുന്ന കാര്യമാണ് മെയിൻ സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്നത്. സ്റ്റോക്ക് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ് നമുക്ക് സ്റ്റോക്ക് ഐറ്റത്തിൽ തന്നെ പല രീതിയിൽ എഴുതി വെക്കാൻ പറ്റും. അതായത് പലചരക്ക് സാധനങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഇക്വിപ്മെന്റ്സ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വാഷിംഗ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ എന്താണ് ഫുഡ് ഐറ്റംസ്. അങ്ങനെ നമുക്ക് ഒരു സ്റ്റോക്ക് ഐറ്റത്തിൽ തന്നെ പല കാറ്റഗറിയായിട്ട് നമുക്ക് തരംതിരിച്ച് എഴുതി വെക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു കടയിൽ നമുക്ക് എന്താണ് ഈ ഒരു ഐറ്റംസിനെ ഒക്കെ എന്താണ് നമുക്ക് തരംതിരിച്ച് എഴുതി വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പലചരക്ക് കട അല്ലെങ്കിൽ ഒരു വലിയൊരു
വലിയൊരു കടയാണെങ്കിൽ, നിങ്ങളുടെ നാട്ടിലെ വലിയൊരു കടയാണെങ്കിൽ, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കടയാണെങ്കിൽ അതിൻ്റെ അകത്ത് പല രീതിയിലുള്ള സാധനങ്ങൾ കാണും, ബുക്ക് ഐറ്റംസ് കാണും അല്ലേ. സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റും ആ ഒരു സ്റ്റോക്ക് കാറ്റഗറീനെ. അതുപോലെ തന്നെ എന്താണ് ഫിഷ് ഐറ്റംസ് കാണും. ഓക്കെ, അപ്പോൾ അതുമായി ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കാം. ഡ്രിങ്കും പിന്നെന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ ആ തരത്തിൽ പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഉൽപ്പന്നത്തിൽ നമുക്ക് സബായിട്ട് എഴുതി വെക്കാൻ പറ്റും. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മെയിൻ സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്നത്. ഓരോ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ സ്റ്റോക്ക് ഐറ്റം ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്, എന്ത് ഉപയോഗത്തിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ്, മുതലായിട്ടുള്ള കാര്യങ്ങൾ തരംതിരിച്ച് എഴുതി വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. പിന്നെ തൊട്ട് താഴേക്ക് പറഞ്ഞൊരു കാര്യമാണ് മെയിൻറ്റെയിൻ ബാച്ച് വൈസ് ഡീറ്റെയിൽസ്, സെറ്റ് എക്സ്പയറി ഡേറ്റ് ഫോർ ബാച്ച്. നമുക്കറിയാം ഏതൊരു ഉൽപ്പന്നവും നമ്മൾ ബിസിനസ് ഫേമിൽ വിൽക്കുമ്പോഴും അത് ഏത് ബാച്ചിന്റെ കൂടെ വന്നതാണ്, അതായത് ഏത് ഡേറ്റ് വന്നതാണ് സാധനം. അതുപോലെ തന്നെ എന്താണ് ഈ ഉൽപ്പന്നങ്ങൾ എന്നാണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്, ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്, ആ ഉൽപ്പന്നത്തിന് നമ്മൾ ഗ്യാരണ്ടി ഒക്കെ കൊടുക്കുമ്പോൾ, ഗ്യാരണ്ടി പേപ്പറൊക്കെ കടയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ആ സ്റ്റോക്ക് ഐറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഓരോ പ്രൊഡക്റ്റും അത് ഏത് ദിവസം വന്നേക്കുന്നതാണ്, ഏത് ബാച്ചിന്റെ കൂടെ വന്നേക്കുന്നതാണ്, അതെന്നാണ് ഉൽപ്പന്നം മാനുഫാക്ചർ ചെയ്തേക്കുന്നത്, അതെന്നാണ് അത് അതിന്റെ ഡേറ്റ്, അതിന്റെ ഉപയോഗ കാലാവധി എന്നാണ് അവസാനിക്കുന്നത്, എക്സ്പയറി ഡേറ്റ് എന്നാണ്. ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, സ്റ്റോക്ക് ഐറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണ് മെയിൻ ബാച്ച് വൈസ് ഡീറ്റെയിൽസ് സെറ്റ് എക്സ്പയറി ഡേറ്റ്സ് ഫോർ ബാച്ച് എന്ന് പറയുന്ന കാര്യം. ഞാൻ അതിന്റെ തൊട്ട് താഴെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് സെപ്പറേറ്റ് ആൻഡ് ആക്ച്വൽ ബിൽഡ് ക്വാണ്ടിറ്റി കോളംസ്. അതായത് എനിക്കൊരു ബിസിനസ് ഫെയിം ഉണ്ടെന്ന് കരുതാം. ആ ഒരു ബിസിനസ് ഫെയിമിന്റെ ഉള്ളിൽ കുറച്ച് കസ്റ്റമേഴ്സ്, ആ ഒരു ബിസിനസ് ഫെയിമിന്റെ ഉള്ളിൽ നിന്നും കുറച്ച് സാധനങ്ങൾ ഞാൻ കസ്റ്റമേഴ്സിന് വിറ്റു. ഓക്കെ, കസ്റ്റമേഴ്സിന് സാധനം വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, കസ്റ്റമേഴ്സ് എനിക്ക് പൈസ തരും. പൈസ തന്നെ ഞാൻ മസ്റ്റായിട്ട് അവൻ എന്ത് കൊടുത്തുണ്ടാകണം, വിറ്റ സാധനത്തിന്റെ ഒപ്പം ബില്ലും കൊടുത്തുണ്ടാകണം അല്ലെ. അപ്പൊ ബില്ലിന്റെ ഉള്ളിൽ നമുക്ക് ബില്ലിനെ പല സ്റ്റൈലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു രാജക്കാട് ഒരു കടയുണ്ട്. എൻ്റെ കടയിൽ നിന്ന് ശശി എന്ന് പറഞ്ഞൊരു കസ്റ്റമർ സാധനം വാങ്ങിക്കൊണ്ട് പോയി. എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പോൾ അവൻ വാങ്ങിക്കൊണ്ട് പോയേക്കുന്നത് 10 കിലോ അരിയാണ്. അവൻ എന്താ വാങ്ങിക്കൊണ്ട് പോയേക്കുന്നത്, 10 കിലോ അരിയാണ് വാങ്ങിക്കൊണ്ട് പോയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓഫർ ഉണ്ട്. ഒരു 10 കിലോ അരി വാങ്ങുമ്പോൾ 10 കിലോ അരി ഫ്രീ. എന്താ പറഞ്ഞേക്കുന്നത്, 10 കിലോ അരി വാങ്ങുമ്പോൾ 10 കിലോ അരി ഫ്രീ. ടോട്ടൽ ഞാൻ എത്ര കിലോ അരി കൊടുക്കും, 20 കിലോ അരി കൊടുക്കും. അപ്പോൾ അവൻ്റെ ബില്ലിൽ എനിക്ക് എഴുതി വെക്കണം, മൊത്തം ഞാൻ അരി എന്ന് പറയുന്ന സാധനം 20 കിലോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ പൈസ വാങ്ങിയേക്കുന്നത് 10 കിലോയ്ക്കുള്ളൂ. കാരണം 10 കിലോ എന്ന് പറയുന്നതാണ് ഫ്രീ ആണ്. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബില്ലിന്റെ അകത്ത് ഓരോ കോളം തരംതിരിച്ച് എഴുതി വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ആക്ച്വൽ ബിൽഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കാര്യം. ആക്ച്വലി ഞാൻ അവൻ എത്ര കിലോ കൊടുത്തിട്ടുണ്ട്, 20 കിലോ അരി കൊടുത്തിട്ടുണ്ട്. ബിൽഡ് എത്ര കിലോ അരിക്ക് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്, 10 കിലോ അരിക്ക് പൈസ വാങ്ങിയിട്ടുണ്ട്. ബിൽഡ് ഇങ്ങനെ 2 കോളത്തിട്ട് ആ ഇൻവോയ്സിൽ നമുക്ക് ഇൻവോയ്സിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവോയ്സ് നമ്മൾ ടാലി സോഫ്റ്റ്വെയറിന്റെ അകത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി 2 കോളത്തിലായിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. അതിന് നമ്മൾ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ബിൽഡ് ക്വാണ്ടിറ്റി കോളം എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ എത്ര കസ്റ്റമേഴ്സിന് കൊടുത്തു, എത്ര രൂപയ്ക്ക് നമ്മൾ പൈസ വാങ്ങി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലും എഫക്ട് ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് യൂസ് ആക്ച്വൽ ബിൽഡ് ക്വാണ്ടിറ്റി കോളം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി മറ്റൊരു കാര്യമാണ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന കാര്യം എന്തിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പർച്ചേസ് ഓർഡർ കൊടുക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ സെയിൽസ് ഓർഡർ കൊടുക്കുക എന്നുള്ളതും അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പർച്ചേസ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഏതെങ്കിലും തരത്തിലുള്ള സപ്ലൈസ് ആയിട്ടുള്ള ആളുകൾക്ക് സാധനം വാങ്ങാൻ വേണ്ടി പർച്ചേസ് ഓർഡർ കൊടുത്തു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോസസ്സ്. ഇനി സെയിൽസ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും സെയിൽസ് ഓർഡർ തന്നു, ഒരു സാധനം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റോക്കിന്റെ മൂവ്മെന്റ്സ്, സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് എനേബിൾ പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ് എന്നും അതുപോലെ തന്നെ എനേബിൾ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതിൻ്റെ അകത്ത് ഇത് കൂടാതെ തന്നെ എനേബിൾ ജോബ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഓരോ ജോബ് അനുസരിച്ചുകൊണ്ട് ഓരോ ഓർഡർ കൊടുക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒന്നാണ് ജോബ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പർച്ചേസ് ഓർഡർ പോലെ തന്നെ ജോബ് ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ടെർമിനേഷൻ, അതുപോലെ തന്നെ ആ ഓരോ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന, അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ മുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് മുതലായിട്ടുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവരാണ് അല്ലേ. അപ്പോൾ ഏറ്റവും നമ്മൾ സാധനം വാങ്ങാൻ ഓർഡർ കൊടുക്കും, പിന്നെ അത് ആ ഓർഡർ അവരെ കൈ കെട്ടണം, അവർ സാധനം പാക്ക് ചെയ്യണം, അതിനൊപ്പം ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് തരണം. അങ്ങനെ
നമുക്ക് അവസാനം സാധനം എത്തും. അപ്പോൾ ഇതൊരു നീണ്ട പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും അത് ടാലിയുടെ അകത്ത് ഏറ്റവും നല്ല രീതിയിൽ എൻട്രി ചെയ്ത് കൊടുക്കാനും നമ്മളെ സഹായിക്കുന്ന 2 ഫംഗ്ഷനാണ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ഇൻവോയ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ തന്നെ പഠിച്ച നമ്മുടെ അക്കൗണ്ടിംഗ് ഫീച്ചറിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഈ സെയിലും പർച്ചേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻവോയ്സുകൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ, സെയിൽ സംഭവിക്കുമ്പോൾ കസ്റ്റമറിന് സെയിൽ സംഭവിക്കുമ്പോൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻവോയ്സിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൻ്റെ അകത്ത് പിന്നെ തൊട്ടടിയിൽ നമ്മൾ പറഞ്ഞേക്കുന്ന 2 കാര്യങ്ങൾ തന്നെയാണ്. എന്തെന്ന് പറയുന്നത് യൂസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് എന്ന് പറയുന്നത്, ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇതും ആ അക്കൗണ്ടിംഗ് ഫീച്ചറിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചേക്കുന്ന കാര്യം തന്നെയാണ്. അതായത് പർച്ചേസ് റിട്ടേൺ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സപ്ലയറെ കയ്യിൽ സ്റ്റോക്ക് ഐറ്റം വാങ്ങി സ്റ്റോക്ക് ഐറ്റത്തിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു പോകും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യും. ക്രെഡിറ്റ് നോട്ടിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യും. അതായത് നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്തു, പക്ഷേ ഡാമേജ് സംഭവിച്ചതായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് റിട്ടേൺ ചെയ്യും. അത് റെക്കോർഡ് ചെയ്യുന്നതാണ് യൂസ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന കാര്യം. ഇതേ സെയിം രീതിയിൽ തന്നെ എന്താണ് മറ്റൊരു കാര്യമാണ് നമ്മുടെ എന്താണ് യൂസ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന കാര്യം. യൂസ് ഡെബിറ്റ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റമേഴ്സിന് സാധനം വിറ്റു, സ്റ്റോക്ക് ഐറ്റം വിറ്റു, എന്തെങ്കിലും സ്റ്റോക്ക് ഐറ്റംസ്, ആ സ്റ്റോക്ക് ഐറ്റം ഡാമേജ് സംഭവിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമർ തിരിച്ചു തരും. അത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും, നമ്മൾ ക്രെഡിറ്റ് നോട്ടിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യും. അഥവാ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് നോട്ടിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ സെയിൽസ് റിട്ടേൺ സംഭവിക്കുന്ന ഡെബിറ്റ് നോട്ടിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യും. പർച്ചേസ് റിട്ടേൺ ആണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിക്കുന്നതെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് നോട്ടിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് യൂസ് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളംസ് ഇൻവോയ്സ്. അതായത് നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും സാധനം വിൽക്കുകയെന്ന് കരുതുക. അപ്പോൾ ഒരു 10 കിലോ അരിയാണ് വിൽക്കുന്നതെന്ന് കരുതുക. 10 കിലോ അരിക്ക് 10 രൂപ വെച്ച് 100 രൂപ മൊത്തം അല്ലേ. അതായത് ഒരു കസ്റ്റമർ, എനിക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട്, ഞാനൊരു കസ്റ്റമറിന് 10 കിലോ അരിയാണ് വിൽക്കുന്നതെന്ന് കരുതുക. 10 രൂപ വെച്ചാണ് വിൽക്കുന്നത്. 10 × 10 100 രൂപ അവൻ മൊത്തം തരണം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ അവൻ എന്താണ് 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള 100 രൂപ തരാനുള്ളത് നിന്ന് 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ തന്നാൽ മതിയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആ ഇൻവോയ്സ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇൻവോയ്സിൽ സെപ്പറേറ്റ് കോളത്തിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇൻവോയ്സുകളോ അല്ലെങ്കിൽ എന്താണ് ബില്ലുകളോ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ഡിസ്കൗണ്ട് കോളം എക്സ്ട്രാ കാണിക്കണം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ആർക്കെങ്കിലും ഏതെങ്കിലും കസ്റ്റമർ നമ്മൾ എന്താണ് എന്ത് ട്രാൻസാക്ഷൻ സംഭവിച്ചാലും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിന് കൊടുക്കുന്ന ഇൻവോയ്സിൻ്റെ അകത്ത് ഡിസ്കൗണ്ട് സെപ്പറേറ്റ് രീതിയിൽ കാണിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് യൂസ് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം ഇൻവോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി മറ്റൊരു കാര്യമാണ് ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ്. അതായത് അടുത്ത കാറ്റഗറിയാണ് പർച്ചേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ്. അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡീഷണൽ കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. ഇനി മറ്റൊരു കാര്യമാണ് സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊരു കാര്യമാണ് യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിന് തന്നെ നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ പ്രൈസ് ഇട്ട് വെക്കാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ ഒരു പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് നമുക്ക് മൾട്ടിപ്പിൾ പ്രൈസ് ഇട്ട് വെക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാൽക്കുലേഷൻസ് ഈസി ആയിട്ട് ടാലി സോഫ്റ്റ്വെയർ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തരികയും ചെയ്യും. അതായത് ഇപ്പോൾ ഒരു പേന വാങ്ങിക്കഴിഞ്ഞാൽ 5 രൂപ, 10 പേന വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പേനയ്ക്ക് 4 രൂപ, 20 പേന വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പേനയ്ക്ക് 3 രൂപ പെർ പേന. അങ്ങനെ എന്താണ് ഒരു പ്രൊഡക്റ്റിന് തന്നെ എന്താണ് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കൊണ്ട് പെർ പീസിൽ റേറ്റ് കുറഞ്ഞു വരും. ഇപ്പം നമ്മൾ കടയിൽ ചെന്ന ഒരു ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ നമ്മളൊരു ഷർട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു ഷർട്ടിന് 500 രൂപ, 2 ഷർട്ട് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു ഷർട്ടിൻ്റെ വില 300 രൂപ വെച്ച് തരും. 300, 600 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു പ്രൊഡക്റ്റിന് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് പ്രൈസ് സെറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തൊരു ഫംഗ്ഷനാണ് യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതായത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെയിൽസ് ട്രാൻസാക്ഷൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്യാനും ഇങ്ങനെ ഉൽപ്പന്നത്തിൻ്റെ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ പെർ പീസിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണെന്ന് പറയുന്നത് യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി മറ്റൊരു കാര്യമാണ് അതർ ഫീച്ചർ. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ കാര്യമാണ് യൂസ് ട്രാക്കിംഗ് നമ്പർ എനേബിൾ ഡെലിവറി ഒരു റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നൊരു കാര്യം. അത് ഈ പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അതായത് പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ചെല്ലാൻ കൊടുക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് പർച്ചേസ് ഓർഡർ കൊടുത്തേക്കുന്ന സാധനങ്ങൾ നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെയിൽസ് ഓർഡർ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ സെയിൽസ് റിട്ടേൺ സംഭവിക്കുമ്പോഴോ റെക്കോർഡ് ചെയ്യാനുള്ള യൂസ് റിജക്ഷൻ ആൻഡ് ഇൻവാർഡ് ഔട്ട്വാർഡ് നോട്ട്സുകൾ. അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയൽ ഇൻ ആൻഡ് ഔട്ട് വൗച്ചേഴ്സ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലേക്ക് പുതിയതായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റോക്ക് ഐറ്റംസ് പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ഏതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് മെറ്റീരിയൽ എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത്.
യൂസ് മെറ്റീരിയൽ ഔട്ട് എന്ന് പറയുന്ന വൗച്ചർ ഉപയോഗിക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷനിന്റെ ഉള്ളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റോക്ക് ഐറ്റംസ് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ആ മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് യൂസ് മെറ്റീരിയൽ ഔട്ട് വൗച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ മറ്റൊരു കാര്യമാണ് യൂസ് കോസ്റ്റ് ട്രാക്കിംഗ് സ്റ്റോക്ക് ഐറ്റംസ്, അതായത് യൂസ് കോസ്റ്റ് ട്രാക്കിംഗ് ഫോർ സ്റ്റോക്ക് ഐറ്റംസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സ്റ്റോക്ക് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള കോസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ കോസ്റ്റ് ട്രാക്ക് ചെയ്യുവാനും അത് റെക്കോർഡ് ചെയ്യാനും നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് യൂസ് കോസ്റ്റ് ട്രാക്കിംഗ് സ്റ്റോക്ക് ഐറ്റം, യൂസ് കോസ്റ്റ് ട്രാക്കിംഗ് ഫോർ സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വലിയൊരു ഐറ്റമോ വാങ്ങണമെന്ന് കരുതുക, ഒരു ഫ്രിഡ്ജോ വാങ്ങണമെന്ന് കരുതുക. അപ്പോൾ അത് കച്ചവടക്കാരൻ തന്നെ എന്താണ് ആ ഫ്രിഡ്ജ് കസ്റ്റമറിന്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും അല്ലെ. അപ്പോൾ ആ ഒരു ഫ്രിഡ്ജ് വണ്ടി കയറ്റണതിനാവും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അത് വീട്ടിൽ കൊണ്ട് ഇറക്കണതിന് ചുമട്ടുകൂലിയാവും അല്ലെ. അപ്പോൾ ഇതൊക്കെ ആ ഒരു സ്റ്റോക്ക് ഐറ്റത്തിന്റെ മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള കോസ്റ്റ് ആണോ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത്, ആ കോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് റെക്കോർഡ് ചെയ്യാനും അത് കണ്ടുപിടിക്കുവാനും അതുപോലെ തന്നെ എന്താണ് അത് ട്രാക്ക് ചെയ്തുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഫംഗ്ഷനാണ് യൂസ് കോസ്റ്റ് ട്രാക്കിംഗ് സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഒന്നാണ് യൂസ് ട്രാക്കിംഗ് നമ്പർ എന്ന് പറയുന്നത്, അത് നമുക്ക് പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗും സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗും പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ മറ്റൊരു കാര്യമാണ് യൂസ് റിജക്ഷൻ ഇൻവാർഡ് ഔട്ട്വാർഡ് നോട്ട് എന്ന് പറയുന്നത്. അത് യൂസ് റിജക്ഷൻ ഇൻവാർഡ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സെയിൽസ് റിട്ടേൺ വരുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിജക്ഷൻ ഇൻവാർഡ് എന്ന് പറയുന്നത്. യൂസ് റിജക്ഷൻ ഔട്ട്വാർഡ് നോട്ട് എന്ന് പറയുന്ന ഈ കാര്യം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് റിട്ടേൺ സംഭവിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ് യൂസ് ഔട്ട്വാർഡ് നോട്ട് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അതുകൂടാതെ എന്താണ് യൂസ് മെറ്റീരിയൽ ഔട്ട് വൗച്ചർ എന്ന് പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റോക്ക് ഐറ്റംസ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ വരുമ്പോഴോ ബിസിനസ് ഓർഗനൈസേഷനിൽ സ്റ്റോക്ക് ഐറ്റംസ് സെയിൽ ചെയ്തുകൊണ്ട് മെറ്റീരിയൽസ് ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് യൂസ് മെറ്റീരിയൽ ഇൻ ആൻഡ് ഔട്ട് വൗച്ചർ എന്ന് പറയുന്നത്. യൂസ് കോസ്റ്റ് ട്രാക്കിംഗ് ഫോർ സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ഐറ്റത്തിന്റെ മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന കോസ്റ്റുകൾ അത് ട്രാക്ക് ചെയ്യാനും അത് റെക്കോർഡ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ടാലിയുടെ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് യൂസ് കോസ്റ്റ് ട്രാക്കിംഗ് ഫോർ സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുന്ന കാര്യം. ഇനി മറ്റൊരു കാര്യമാണ് മറ്റൊരു ടാലിയുടെ കോമൺ സെറ്റിംഗ്സ് ആണ്. ഇഫ് ഫീച്ചറിന്റെ തന്നെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എന്താണ് അക്കൗണ്ടിംഗ് ഫീച്ചർ, രണ്ടാമത്തെ കാര്യമാണ് ഇൻവെന്ററി ഫീച്ചർ, മൂന്നാമത്തെ കാര്യമാണ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫംഗ്ഷനുകൾ ആവശ്യമാണ് അതൊക്കെ അടങ്ങുന്ന ഒരു ഭാഗമാണ് സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ടാലി സോഫ്റ്റ്വെയറിന്റെ അകത്ത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴോ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് കാര്യത്തിനും നമ്മളെ സഹായിക്കുന്ന എന്ത് കാര്യത്തിനും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എന്ത് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാനും റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്തെടുക്കാനും നമ്മൾ സഹായിക്കുന്ന അഡീഷണൽ ഫംഗ്ഷൻസ് ഒക്കെ അടങ്ങുന്ന ടാലി സോഫ്റ്റ്വെയറിന്റെ അകത്തൊരു കാര്യമാണ് ഒരു സെറ്റിംഗ്സ് ആണെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് കട്ട് കീയാണ് F3 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ ആയിട്ടിരിക്കുന്നത് ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്ന വിൻഡോയാണ്. നിങ്ങൾക്ക് അതുകൂടാതെ തന്നെ എന്താണ് ടാലിയുടെ പ്ലാറ്റ്ഫോമിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിൽ നിന്ന് മൂന്നാമത് കിടക്കുന്ന കാര്യമാണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ ഷോർട്ട് കട്ട് കീയാണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്നുകിൽ മൗസറിന്റെ കൾസർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വെർട്ടിക്കൽ ബാറിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതല്ല എങ്കിലോ കീബോർഡിൽ F3 ബട്ടൺ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം കാണുന്ന കാര്യം ഈ ഒരു ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന എഫ്ലുവൻസ് ഫീച്ചറിൻ്റെ അകത്ത് അല്ലെങ്കിൽ എഫ്ലുവൻസ് സെറ്റിംഗ്സിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണെന്ന്. ഓക്കെ, ഒന്നാമത്തെ കാര്യമാണ് എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് അഥവാ GST എന്ന് പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, നമുക്ക് എല്ലാവരും നമ്മൾ പഠിച്ചേക്കുന്ന കറണ്ട് ടാക്സ് സിസ്റ്റമാണ്. ഇപ്പോൾ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വരുമാനം നിശ്ചിത പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അവര് GST ടാക്സ് അനുസരിച്ചുകൊണ്ട് ഗവൺമെന്റിലേക്ക് നിശ്ചിത എമൗണ്ട് ടാക്സ് ആയിട്ട് പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിലും GST ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ എനേബിൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യമാണ് എനേബിൾ GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ രണ്ടും കാര്യം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ സംഭവിക്കുന്നത് ടാലി സോഫ്റ്റ്വെയറിന്റെ അകത്തേക്ക് റെക്കോർഡ് ചെയ്യുവാനും അതനുസരിച്ച് കൊണ്ടുള്ള ടാക്സ് റിപ്പോർട്ടുകളും ടാക്സ് സ്റ്റേറ്റ്മെന്റുകളും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുവാനും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തെടുക്കുവാനും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ട് എത്രയാണ് അടക്കേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ.
എത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, യെസ് ആക്കുക. ദെൻ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളത് എന്താക്കുക, യെസ് ആക്കുക. ദെൻ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ളത് എന്താക്കുക, ജസ്റ്റ് യെസ് ആക്കുക. ദെൻ എൻ്റടിക്കുമ്പോൾ നമ്മൾ മറ്റൊരു വിൻഡോയിലേക്കാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ കമ്പനിയുടെ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു GSTയുടെ അകത്ത് നമ്മൾ എന്താണ് ബിസിനസ് പ്രൊഫൈൽ കൊടുക്കുമ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനം ഏത് രാജ്യത്താണ് ഏത് രാജ്യത്താണ് അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണ് രജിസ്ട്രേഷൻ എടുത്തേക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ GST ഡീറ്റെയിൽസിൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് അത് റെഗുലർ ക്ലാസ്സിൽ ജസ്റ്റ് നമുക്കത് GSTയുടെ പോർഷൻസ് നിങ്ങളുടെ മൂന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് GST ആണ്. ആ ഒരു ഭാഗം വരുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് പരിചയപ്പെടാം. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യമാണ് സ്റ്റേറ്റ്. അതിൻ്റെ അർത്ഥം ഏത് സ്റ്റേറ്റിലാണ് ആ ബിസിനസ്സുകാരൻ അവൻ്റെ ബിസിനസ് ഓർഗനൈസേഷൻ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്, അതാണ് സ്റ്റേറ്റിൻ്റെ അകത്ത് കൊടുക്കേണ്ടത്. പിന്നെ രജിസ്ട്രേഷൻ ടൈപ്പ്, അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്ന ബിസിനസ്സുകാരന് രണ്ട് രീതിയിൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഒന്ന് റെഗുലർ സ്കീമിലും രണ്ട് കോമ്പോസിറ്റ് സ്കീമിലും. ദെൻ അസസി ഓഫ് അതർ ടെറിട്ടറി, അഥവാ ഈ യൂണിയൻ ടെറിട്ടറി മേഖലയിലൊക്കെയുള്ള, അതായത് ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി അതുവരെയൊക്കെയുള്ള ഏതെങ്കിലും സ്ഥലത്താണ് ഈ ഒരു ബിസിനസ് സ്ഥാപനം രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് അസസി ഓഫ് അതർ ടെറിട്ടറി എന്ന് പറയുന്ന സ്ഥലം. പിന്നെ GST ആപ്ലിക്കബിൾ ഫ്രം, അതായത് ഏത് ഫിനാൻഷ്യൽ ഇയറിലും നമ്മൾ എന്താണ് ഓരോ ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിങ്ങും തൊട്ടാണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അതായത് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആയിരിക്കും എന്ന് പറയുന്നത് GST ആപ്ലിക്കബിൾ ഫ്രം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. പിന്നെന്താണ് GST നമ്പർ, അതായത് നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും 15 ഡിജിറ്റ് GST നമ്പർ കിട്ടും. ആ ഒരു GST നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് തൽക്കാലം സാറ് ഓർമ്മ കൊടുത്തു തരാം. പിന്നെ തൊട്ട് താഴേക്ക് വരുന്നൊരു കാര്യമാണ് പീരിയോഡിക്കലി ഓഫ് GSTR 1, അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി അയാൾ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതും രണ്ട് രീതിയിലാണ്. റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ അയാൾ മന്ത്ലി എന്ത് ചെയ്യണം, അയാളുടെ മാസമാസമുള്ള വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണം. കോമ്പോസിറ്റ് സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കാർട്ടേണിൽ എന്ത് ചെയ്യണം, അയാളുടെ 3 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ബിസിനസ് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അതാണ് കാർട്ടേൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ ഇ-വേ ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വേ ഓഫ് ബില്ലാണ്. അതായത് ഇപ്പം നമ്മൾ 50,000 രൂപയും മുകളിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ബില്ലെന്ന് പറയുന്നത് ഇലക്ട്രോണിക് വേ ഓഫ് ബില്ലാണ്. അതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം. അത് എന്നോട്ടാണ് നിങ്ങളുടെ കമ്പനിയിൽ കൊടുക്കേണ്ടത്, ഏതൊരു കമ്പനിയിലാണെങ്കിലും ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ ത്രെഷോൾഡ് ലിമിറ്റ്, അത് 3 രീതിയിലുണ്ട്: ഇൻവോയ്സ് വാല്യൂ, ടാക്സബിൾ എക്സംപ്റ്റ് ഗുഡ്സ് വാല്യൂ, ടാക്സബിൾ ഗുഡ്സ് വാല്യൂ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത മുന്നോട്ട് ആ ഒരു ഭാഗം പഠിക്കുമ്പോൾ GSTയുടെ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ ഡീറ്റെയിൽസ്, ഈ GST ഡീറ്റെയിൽസ്, അതായത് കമ്പനിയുടെ ഒരു ബേസിക് കമ്പനി GST ടാക്സ് സിസ്റ്റത്തിന്റെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ കൊടുക്കേണ്ട ബേസിക് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വിൻഡോയിൽ കൊടുക്കേണ്ടത്. അത് എസാക്കി കഴിഞ്ഞാൽ എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ് അതോ സെറ്റ് ആൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ വരും. GSTക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തെ ടാക്സ് സിസ്റ്റമാണ് വാറ്റ് എന്ന് പറയുന്നത്. സോ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. എനേബിൾ എക്സസ് ഡ്യൂട്ടി, അത് നമ്മൾ എക്സസ് ഡ്യൂട്ടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എക്സസ് ഡ്യൂട്ടി സാധാരണ ഇപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ തടി കച്ചവടം, അതുപോലെ തന്നെ എന്താണ് ഗവൺമെന്റ് പറഞ്ഞേക്കുന്ന ചില ഗുഡ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. ആ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ബിസിനസ്സുകാരാണെങ്കിലാണ് എക്സസ് ഡ്യൂട്ടി കൊടുക്കേണ്ടത്. തൽക്കാലം നമുക്കത് നോക്കേണ്ട കാര്യമില്ല. പിന്നെ സർവീസ് ടാക്സ് എന്ന് പറയുന്നതും GSTക്ക് മുമ്പുണ്ടായിരുന്ന ടാക്സ് സമ്പ്രദായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് ആ ഒരു ടാലി സോഫ്റ്റ്വെയറിന്റെ വിൻഡോയിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സർവീസ് ടാക്സ് നിലവിൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനുകളിലൊന്നുമില്ല. അപ്പോൾ അതും പഠിക്കേണ്ട കാര്യമില്ല നമുക്ക്. പിന്നെ മറ്റൊരു കാര്യമാണ് എനേബിൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതെന്ന് പറയുന്നത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലുള്ള കാര്യം തന്നെയാണ്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും വിൽക്കുന്ന ചില ഐറ്റംസ് കാണും. അല്ലെങ്കിൽ എന്താണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും സംഭവിക്കുന്ന ചില ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാക്സ് കാര്യങ്ങൾ അത് GST പോലെ തന്നെ എന്താണ് ആ ടാക്സ് എമൗണ്ട് ആ ബിസിനസ് ഓർഗനൈസേഷൻ തന്നെ കളക്ട് ചെയ്യുകയും ആ ബിസിനസ് ഓർഗനൈസേഷൻ തന്നെ ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയും ചെയ്യും. അതാണ് എനേബിൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനേബിൾ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, ഇത് രണ്ടും സെയിം സ്കീം തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപോലത്തെ നേച്ചറുള്ള ടാക്സ് സിസ്റ്റമാണ്. അതെന്ന് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദെൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് TDSും അതുപോലെ തന്നെ TCSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബിസിനസ് ഓർഗനൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ ബിസിനസ് ഓർഗനൈസേഷൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് എനേബിൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതുപോലെ തന്നെ എനേബിൾ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം.
പിന്നെ മറ്റൊരു കാര്യമാണ് പാൻ എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും പാൻ കാർഡ് ഉണ്ടായിരിക്കും. ആ പാൻ കാർഡ് ബിസിനസ് ഓർഗനൈസേഷന്റെ പാൻ കാർഡ് കൊടുക്കേണ്ട സ്ഥലമാണെന്ന് പറയുന്നത് പാൻ ഇൻകം ടാക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു ഭാഗം. പിന്നെ മറ്റൊരു കാര്യമാണ് കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ അത് നിങ്ങൾ ഒരു ഉദാഹരണത്തിലൂടെ സാറ് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളൊക്കെ താമസിക്കുന്ന പേര, അത് ഒരു പേര പണിത് കഴിഞ്ഞാൽ പഞ്ചായത്തിന് നമ്മൾ എന്ത് ചെയ്യണം, അറിയിച്ചുണ്ടാകണം. അപ്പൊ തീർച്ചയായിട്ടും എന്ത് കിട്ടും, വീട്ടു നമ്പർ കിട്ടും അല്ലെ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ബിസിനസ് ഓർഗനൈസേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഏത് പഞ്ചായത്തിലാണോ മുനിസിപ്പാലിറ്റിയിലാണോ കോർപ്പറേഷനിലാണോ ഇരിക്കുന്നത്, അവിടെ എന്ത് കിട്ടും, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അതാണ് കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇത് 20 ഡിജിറ്റ് ആണ്, അതിവിടെ കൊടുക്കണം. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്തെ എഫിലിയൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അത് 3 രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ പുസ്തകവുമായി അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം, ആ പുസ്തകം എടുത്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു വീഡിയോ ഓരോ ഫംഗ്ഷനും പറയുമ്പോൾ എന്നത് കൃത്യമായിട്ട് കാണാൻ. എങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ക്ലാസ്സിൽ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. താങ്ക് യു.